അത് രണ്ടും ഒരുമിച്ച് പോകും. അത് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവനും ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. പ്രപഞ്ച formed of the Panchabudas plus the forces of nature. അപ്പോൾ നമ്മൾ സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാലും we can see that it is made of energy and matter. Then Ishvara എന്ന് പറയുന്നത് it is that which controls this universe. നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, that is the Panchabudas as well as the forces of nature. അതിനെ കൺട്രോൾ ചെയ്യുന്ന ലോഡ്, അതിനെയാണ് ഈശ്വര എന്ന് പറയുന്നത്. That what is that? Scientifically speaking, it is the laws governing the universe, the guiding principle behind all the physical matter and how they move about in space, etc. And we will call that universal principles behind this universe. Adine namak Ishvara അല്ലെങ്കിൽ universal self എന്ന് നമുക്ക് അതിനെ വിളിക്കാം. Atman is the enlivening power within individuals and individual entities. So that Atman we will call it as the individual self. Jiva എന്ന് പറയുന്നത് ഈ individual self, when it is comprised of all the gunas of the matter, three fundamental properties of matter, പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലത്തെ അതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഗുണങ്ങളും ആത്മാവും കൂടെ ചേർന്ന സംഗതിയെ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നു. പഞ്ചകോശാസ് വിത്ത് ദർ മോഡിഫിക്കേഷൻസ്. അപ്പൊ 5 കോശങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെൽഫിനെ 5 കോശങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു എന്ന് നമ്മുടെ വേദാന്ത ഫിലോസഫി പറയുന്നു. അത് ആനന്ദമയ കോശം, നിയറസ്റ്റ് ടു ദ ആത്മൻ. പിന്നെ then comes the വിജ്ഞാനമയ കോശ, മനോമയ കോശ, പ്രാണമയ കോശ, and the outer sheath is the അന്നമയ കോശ, ഫിസിക്കൽ ബോഡി. അപ്പൊ ഫിസിക്കൽ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ബോഡി, അന്നമയ കോശം, and then comes the pranas, the vital air sheath or the physiological sheath, and the third is the mind, emotional sheath, the intellect, the rational sheath, and the anandamaya kosha, which is about your impressions and memories, habits, etc. അപ്പോൾ അതാണ് ജീവൻ. അങ്ങനെ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഹ്മൻ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞു. ഇൻഫിനിറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ബി എവരിവെയർ. നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, എവിടെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ശക്തി ബ്രഹ്മൻ. ആ ബ്രഹ്മൻ തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈശ്വര, ആൻഡ് നമ്മളുടെ ഉള്ളിലെ ഓരോ ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യുന്ന ആത്മൻ. ഇതെല്ലാം ഒന്നിന്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്ന ആത്മൻ ഈശ്വരന്റെ ഉള്ളിൽ തന്നെയാണ്, ഈശ്വരൻ ബ്രഹ്മത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ എല്ലാം ബ്രഹ്മമയം തന്നെയാവുന്നു. അപ്പോൾ ജീവനും ആത്മാവും ബ്രഹ്മാവും എല്ലാം, ബ്രഹ്മവും ഒന്ന്, ബ്രഹ്മാവല്ല ബ്രഹ്മൻ, ആത്മനും ബ്രഹ്മനും there is no difference. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരുന്നത് അദ്വൈത വേദാന്ത ഫിലോസഫി. സോ ദാറ്റ് ഈസ് ദി അദ്വൈത വേദാന്ത ഫിലോസഫി ദാറ്റ് വി വിൽ ബി സ്ട്രിക്ട്ലി ഫോളോയിങ് ഇൻ ദിസ് നമ്മളുടെ ഈ ഭഗവത്ഗീത ഡിസ്കഷൻ. സെൽഫ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ഗീത ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഫ്രം ദി അദ്വൈത വേദാന്ത ഫിലോസഫി, കംപ്ലീറ്റ്ലി പ്യൂർലി ഓൺ ദാറ്റ്. നമ്മൾ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യില്ല. സോ നമുക്ക് ഇനി നമ്മളുടെ ഉള്ളിൽ ഈ ആത്മനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഈ ആത്മൻ എന്താണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തിങ്കിങ് അബൌട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഇംഗ്ലീഷ് ടേം നമ്മൾ കൊടുത്തിട്ടുള്ളത് കോൺഷ്യസ്നെസ് ആണ്. ആത്മന്റെ പ്രകാശം നമുക്ക് പുറത്തേക്ക് വരുന്നത് കോൺഷ്യസ്നെസ് ആയിട്ടാണ്, ബോധം ആയിട്ടാണ്. ആ ബോധം നമുക്ക് തരുന്ന 2 ചിന്തകളാണ്. ഒന്ന്, ദാറ്റ് ഐ എക്സിസ്റ്റ്, ഞാൻ എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതാണ് കോൺഷ്യസ്നെസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നു. And also this consciousness, when it works through the senses and the mind, then what happens is it gives you experiences of the outside world. അപ്പോൾ നമുക്ക് പുറമേയുള്ള മറ്റുള്ള ഒബ്ജക്ട്സുകളായിട്ട് കണക്ട് ചെയ്യാനും എന്നിട്ട് അത് നമുക്ക് തരുന്ന അനുഭൂതികളെ നമുക്ക് എടുക്കാനുമായിട്ട് സാധിക്കും. അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. യു എക്സ്പീരിയൻസ്. അപ്പോൾ 2 കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ദാറ്റ് ഐ എക്സിസ്റ്റ്, consciousness of existence, and the consciousness of the experiences of the outside world. പുറമേയുള്ള ലോകത്തിന്റെ എക്സ്പീരിയൻസസ്, അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ കോൺഷ്യസ്നെസ് അപ്പോൾ ഒന്ന് പ്രോപ്പർട്ടിയും ഒരു ഫംഗ്ഷനും ഉണ്ട്. അതിനെയാണ് ആട്രിബ്യൂട്ടീവ് കോൺഷ്യസ്നെസ് and we'll call it as the substantive consciousness, just to complete the theory. അങ്ങനെ അപ്പോൾ therefore this universal energy, ഈശ്വര ശക്തികൾ യൂണിവേഴ്സൽ എനർജി സിസ്റ്റം, നമ്മളുടെ പുറമെയുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ബ്രെയിൻ വഴി, മസ്തിഷ്കം വഴി അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇന്റലിജൻസും മൈൻഡും ബോഡിയുടെ ഫങ്ഷനിങ്ങും ഒക്കെ ആക്കി മാറ്റി നമ്മൾ ഇവിടെ ഈ ജീവിതത്തിൽ ജീവൻ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ജീവനായി ഇരിക്കുന്ന ആ കോൺഷ്യസ് എനർജി, ബോധം, അത് നമുക്ക് ഒരു
ആദ്യത്തെ സീഡ് എന്ന് പറയുന്നത് പ്രാജ്ഞ ആയിട്ടും, അത് ദാറ്റ് ഈസ് ദ വൺ വിച്ച് ഗിവ്സ് us ദി എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നസ്. എക്സിസ്റ്റൻസ്, ഞാൻ ഇവിടെ ഉണ്ട്, ആ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ബോധം നമുക്ക് തരുന്ന പ്രാജ്ഞയും, ആ പ്രാജ്ഞ പിന്നീട് മനസ്സ്, ബുദ്ധി, ശരീരം എന്ന് പറയുന്ന സാധനങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു ബോധമുണ്ട്. അതാണ് തൈജസ ആൻഡ് വിശ്വ എന്ന് രണ്ട് ആസ്പെക്ട്. ഒന്ന് തൈജസ എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ നടക്കുന്നതായിട്ടുള്ള ആ ഒരു ബോധം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡ്രീംസ് ആൻഡ് ആസ്പിരേഷൻസ് നമുക്ക് പറയാം. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്, മെമ്മറീസ്, പാഷൻസ്, എക്സ്പെക്ടേഷൻസ് ഒക്കെ പറയുന്ന സാധനങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അത് പുറത്തേക്ക് നമ്മൾ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതാണ് വിശ്വം, നമ്മുടെ യൂണിവേഴ്സായി മാറുന്നത്. വിച്ച് ഈസ് പ്രൊജക്ഷൻസ് ആൻഡ് അത് നമ്മൾ പുറമേയുള്ള നടക്കുന്ന സംഭവങ്ങളുമായിട്ട് അത് ഇണചേർന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളെയും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ബോധമായിട്ട് മാറുന്നു. അപ്പോൾ ഈ പറയുന്ന തൈജസയും വിശ്വവും, ആ രണ്ട് കോൺഷ്യസ്നെസ്സും നമുക്ക് നമ്മുടെ ഉള്ളിൽ ചില സംഗതികൾ ഉണ്ടാക്കി തരുന്നുണ്ട് മനസ്സിലൂടെ. അതാണ് ഒന്ന് ആന്റിസിപ്പേഷൻ അല്ലെങ്കിൽ നോൺ ആന്റിസിപ്പേഷൻ, നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇല്ലേ. അപ്പൊ ആ എക്സ്പെക്ടേഷൻസ് വരുമ്പോൾ എന്താ, അതിനോട് ഇഷ്ടം, അനിഷ്ടം, ഇത് രണ്ടും നമുക്ക് ഉണ്ടാവാം. അത് തന്നെയാണ് മറ്റേ തൈജസ വിശ്വത്തിലും ഉണർന്നിരിക്കുന്ന വേക്ക്ഫുൾ സ്റ്റേറ്റിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കി തരുന്നു മനസ്സിന്റെ ഉള്ളിൽ, ഓഫ് അറ്റൈൻമെന്റ് ഓർ നോൺ അറ്റൈൻമെന്റ്, ഓർ എൻജോയ്മെന്റ് ഓർ നോൺ എൻജോയ്മെന്റ് എന്നൊക്കെ പറയുന്നതായിട്ട് മാറുന്നു. അപ്പോൾ ഇനി പ്രാജ്ഞയെ പറ്റി നോക്കുകയാണെങ്കിൽ, ഈ പ്രാജ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് ഈ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കുന്നത് യൂണിവേഴ്സൽ ഈശ്വരത്വം തന്നെയാണ്, ഈശ്വര ശക്തി തന്നെയാണ്, യൂണിവേഴ്സൽ എനർജീസ്, യൂണിവേഴ്സൽ സെൽഫ്. അത് തന്നെ നമ്മുടെ ഉള്ളിലേക്ക്, ആ യൂണിവേഴ്സ് എവിടെ നിന്ന് വന്നതാണ്, അത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. ബ്രഹ്മം എന്താണ്, സത് ചിത്ത് ആനന്ദമാണ്. സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മം ഈ പ്രപഞ്ചമായി മാറി ആ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ജീവന്മാരായി നടക്കുന്ന നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അപ്പോ ബ്രഹ്മം, സച്ചിത്താനന്ദമായിട്ടുള്ള ബ്രഹ്മം നമ്മളുടെ ഉള്ളിലും പ്രകാശിക്കുന്നുണ്ട്. സത് ചിത്ത് ആനന്ദ, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ എക്സിസ്റ്റൻസ്, നോളജ് ആൻഡ് ബ്ലിസ് എന്ന് പറയുന്നത്. ആ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു പ്രാജ്ഞയാണെന്ന്. അത് പിന്നീട് മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവയുടെ പ്രവർത്തിക്കുമ്പോൾ അത് നോളജ് ആയിട്ട് മാറുന്നു. അത് രണ്ട് സംഗതികൾ, തൈജസയിൽ, അതായത് നമ്മളുടെ സ്വപ്നാവസ്ഥയിലും നമ്മളുടെ ജാഗ്രത അവസ്ഥയിലും ഇത് ആ ശക്തി നമ്മൾക്ക് തരുന്നുണ്ട്. ഈ പറയുന്ന നോളജും അതുപോലെ ബ്ലസ്, അതുകൊണ്ടുണ്ടാവുന്ന നമ്മുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്നൊക്കെ പറയുന്നത് അതിന്റെ സന്തോഷങ്ങളുടെ ഒരു അംശമാണത്, ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സന്തോഷം നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ആവുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ, ആ ബ്ലിസ്സിന് രണ്ട് അറ്റങ്ങൾ വരും. അതായത് സങ്കടം, സന്തോഷം, വേദന, അല്ലെങ്കിൽ മറ്റേ പ്രഷേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു അങ്ങനത്തെ എക്സ്ട്രീം എൻഡുകളിലേക്ക്, ഡൈപോൾസ് എന്ന് പറയും അതിനെ, രണ്ട് എൻഡിലുള്ള സംഗതികളായിട്ട് മാറുന്നു. തോൽവി, വിജയം, അതുകൊണ്ടുണ്ടാവുന്ന ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ സന്താപം, ഇത് രണ്ടും ഉണ്ടായി മാറുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് അത് മാറി. അതായത് ബ്ലിസ് എന്ന് പറയുന്ന സംഗതി ഇത് മാറുന്നു. ഏത് പ്രിയം, മോദം, പ്രമോദം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റുകളിലേക്ക് അതിനെ നമ്മളെ കൊണ്ടുപോകും. അത് ഈ പറയുന്ന സന്തോഷത്തിന്റെ മൂന്ന് വശങ്ങളാണ്. അതാണ് ഫണ്ടമെന്റൽ ആയിട്ട് സന്തോഷത്തിന്റെ മൂന്ന് ഷെയ്ഡുകൾ, അത് നമുക്ക് പ്രിയം, മോദം, പ്രമോദമായിട്ട് മാറുന്നു. അതേപോലെ നോളജ് എന്ന് പറയുന്നതോ, അത് എല്ലാ നോളജും, സകലവിധ ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് പക്ഷെ മനസ്സും ബുദ്ധിയും ചേർന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശിക്കുമ്പോൾ ആ മനസ്സിന്റെയും ബുദ്ധിയുടെയും കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് മങ്ങിക്കാണും. അതിനെ നമുക്ക് തേച്ച് മിനുക്കി കൂടുതൽ നോളജബിൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു. എന്നിട്ട് നമ്മൾ എന്താണ് ഏറ്റവും അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആത്മ ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രസരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിജയശക്തികളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കിയിട്ട് സെൽഫ് അനലിറ്റിക്സിലൂടെ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇതുവരെ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംഗതികൾ കണ്ടത്. എന്നിട്ട് നമ്മൾ വീണ്ടും സെൽഫിനെ പറ്റിയിട്ടുള്ള രണ്ടാം അധ്യായത്തിലേക്ക് കയറി. അപ്പോൾ രണ്ടാം അധ്യായത്തിൽ ശ്രീകൃഷ്ണൻ, ഇപ്പൊ അർജുനൻ ഈ പറയുന്ന ഒരു കണ്ടീഷനിലായിരുന്നു. ഇതുമാതിരി ഈ ബ്രഹ്മം ആത്മചൈതന്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ഈ ജീവിതത്തിലുള്ള കണക്ഷൻസ് കാരണം ഉണ്ടാവുന്ന സന്തോഷങ്ങളും സന്താപങ്ങളും, അല്ലെങ്കിൽ ഹോപ്സ് ആൻഡ് ആസ്പിരേഷൻസ് എന്ന് പറയുന്ന മാതിരി പ്രതീക്ഷകളും പ്രതീക്ഷ ഇല്ലായ്മയും ഒക്കെ ആയി മാറി ആ അർജുനൻ ഇങ്ങനെ വിഷണ്ണനായിട്ട് ആ കുരുക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ അർജുനനെ സമാധാനിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ആ വേണ്ട കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ അവിടെ അർജുനന് വേണ്ടിയിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചത് എന്ന് കണ്ടു. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ എത്തിയപ്പോൾ അതിൽ ആദ്യം ഒരു സമ്മറി, കംപ്ലീറ്റ് ഭഗവത്ഗീതയുടെ ഒരു
ഓവർവ്യൂ സമ്മറി ആണ് ഇവിടെ കൊടുക്കുന്നത്. 72 മൈനസ് ഒരു 10 62 ശ്ലോകങ്ങളെ. ആദ്യത്തെ 10 അർജുനന്റെ വിഷാദം തന്നെയായിരുന്നു. പിന്നീടുള്ള 62 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭഗവത്ഗീതയുടെ ഒരു സമ്മറി കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യം ജ്ഞാനയോഗത്തിനെ പറ്റിയിട്ടുള്ള സമ്മറിയാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ആദ്യം കേട്ടത്. ആ ജ്ഞാനയോഗത്തില് അപ്പോൾ ഈ ആത്മാവിന്റെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറഞ്ഞു. ദാറ്റ് ഇറ്റ് ഈസ് എറ്റേണൽ, അൺചേഞ്ചിങ്, ഇറ്റ് ഈസ് ദി അൺലിവനർ, ഇറ്റ് ഈസ് ഇമ്മോർട്ടൽ, ഇറ്റ് ഈസ് ദ റിയൽ, ഓൺലി റിയൽ തിങ്, ആൻഡ് ഇറ്റ് ഈസ് ഇംപെരിഷബിൾ, ഇൻഫിനിറ്റ്, ഇറ്റ് ഈസ് പ്യുവർ എനർജി, ഇറ്റ് നെവർ decays, and it is the life giver within us, and it is undivided, infinite ആയത് കാരണം അതിനെ ഭാഗിക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് ദ സട്ട്ലസ്റ്റ്. സട്ട്ലസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും സട്ട്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സെൽഫ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. എവിടെയാണ് സെൽഫ്, എന്താണ് സെൽഫ് എന്നൊക്കെ ഉള്ളതും ഇൻഎക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ തന്നെ മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നൊരു ശക്തിയാണ്, മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അനുഭവിക്കാനായിട്ടുള്ള ഒരു കഴിവാണ് നമുക്ക് ഉണ്ടാവുക. അല്ലാണ്ട് നമുക്കത് എല്ലാവർക്കും വീണ്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അതിനെപ്പറ്റി മനസ്സിലാക്കി നിങ്ങളൊക്കെ ബ്രഹ്മം തന്നെയാണ്, ആ ബ്രഹ്മം ഈശ്വര ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ബോധം എല്ലാവർക്കും നമുക്ക് ആവുന്നത്ര പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്നിട്ട് അത് ഉൾക്കൊണ്ട് ഞാൻ ഈശ്വരത്വമുള്ളതാണ്, എനിക്ക് ആത്മീയ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, അത് ഈശ്വര ശക്തി തന്നെയാണ് എന്നുള്ള ബോധത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും മുമ്പോട്ട് പോകാനായിട്ടുള്ള കഴിവ് ആ ഓരോ മനുഷ്യനും ചിന്തിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എത്ര തന്നെ ഒരു ഗുരുവിന് അവിടെ കൊണ്ട് എത്തിക്കാനേ സാധിക്കുള്ളൂ. പക്ഷെ അത് അനുഭവിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷിൽ, അതായത് യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു ഡ്രിങ്ക് വാട്ടർ ബട്ട് യു കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ആ ആത്മചൈതന്യം അനുഭവിക്കാനുള്ള വഴിയുടെ അറ്റത്ത് കൊണ്ട് നിർത്താൻ മാത്രമേ എല്ലാവർക്കും സാധിക്കുള്ളൂ, ആർക്കാണെങ്കിലും സാധിക്കുള്ളൂ. പിന്നീട് ആ ആത്മചൈതന്യം അനുഭവിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോ വ്യക്തികൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. അത് എല്ലായിടത്തും ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനായിട്ട് നിലകൊള്ളുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളത്, സെൽഫ്. ആൻഡ് ഇറ്റ് ഈസ് എ സബ്സ്ട്രേറ്റം, ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ സബ്സ്ട്രേറ്റ്. എല്ലാത്തിൻ്റെയും ബേസിസ് ആണ് ഈ സെൽഫ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറഞ്ഞിട്ടാണ് അർജുനന്റെ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ആരടുത്താണ് യുദ്ധം ചെയ്യുന്നത്? അവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവര് മനുഷ്യനും മനുഷ്യ ശരീരവും മനസ്സും ബുദ്ധിയും ശരീരവുമാണ്. അവര് ഈ അവരുടെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആത്മചൈതന്യത്തിന് ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നിനക്ക് ഈ അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും മാത്രമേ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ, അല്ലാണ്ട് ആ ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഫണ്ടമെന്റൽ തത്വമാണ് ആദ്യം അർജുനൻ ശ്രീകൃഷ്ണൻ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കർമ്മത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു. അപ്പൊ ആ സെൽഫ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ്, അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസസ്, രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സെൽഫ്, ഇറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് കോർ, നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ അസ്തിത്വം തന്നെ നൽകുന്ന ആ ശക്തി സെൽഫ്. അത് നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരം എന്നിവയിലൂടെ പ്രകാശിക്കുന്ന കോൺഷ്യസ്നസ് പുറത്തേക്ക്. That is the experiences, that gives you the experiences because it helps you to connect with the outside world. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സെൻസസിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയുമാണ് നമുക്ക് ഈ ആത്മചൈതന്യം പ്രകാശിക്കുന്നത്. അത് പ്രകാശിക്കുമ്പോൾ എങ്ങനെയാണ്? ഇറ്റ് ഗിവ്സ് യു ദ പ്ലഷേഴ്സ് ആൻഡ് ഇറ്റ് ഗിവ്സ് യു ദ സ്ട്രെങ്ത്സ് ആൻഡ് പവേഴ്സ്. അപ്പൊ മനസ്സിന്റെയും ബുദ്ധിയുടെയും നമ്മളുടെ ശരീരത്തിന്റെയും ശക്തികളായി മാറുന്നു. അത് എന്നിട്ടാണ് നമുക്ക് എക്സ്പീരിയൻസസ് നൽകുക. ആ എക്സ്പീരിയൻസസ് ആരുടെ എക്സ്പീരിയൻസസ് ആണ്? ഈ മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ എക്സ്പീരിയൻസസ് ആണ്. അത് തരാൻ നൽകുന്ന ശക്തി മാത്രമാണ് ഈ പറയുന്ന നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്ന ശക്തി. അത് അപ്പോ ഇനി നമ്മുടെ സെൽഫിഷ് എന്താ പറയാ, സ്വാർത്ഥ ചിന്തകളും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുമാണ്. അതായത് നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരം, അതിന് വേണ്ട സന്തോഷങ്ങളും ഒക്കെ നൽകണമേ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി മാത്രം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതിനെയാണ് സെൽഫിഷ് ഡിസയർ എന്ന് പറയുന്നത്. ആ സെൽഫിഷ് ഡിസയേഴ്സ് നമ്മളെ പവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന അതെങ്ങനെയാണ്? അത് സെൽഫിഷ് ഡിസയേഴ്സ് നമ്മുടെ ഈ ഒരു ഗുണങ്ങളെ പറ്റിയിട്ടും കൂടെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെ പറ്റിയിട്ട് കൂടുതൽ പിന്നീട് സംസാരിക്കും. പ്യൂരിറ്റി, പാഷൻ, നെഗ്ലിജൻസ് എന്ന് പറയുന്ന 3 സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവ നമ്മുടെ ആത്മചൈതന്യത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയുണ്ട്. അതിലൂടെ അത് മനസ്സുമായിട്ട് പ്രവർത്തിച്ച്, അത് ആ മനസ്സിൽ ചിലപ്പോൾ സാത്വ ചിന്തകൾ ഉണ്ടാക്കിച്ചിട്ട് നമ്മളെ കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഡൈക്കോട്ടമി, അതായത് 2 ഈ ഹോപ്സ് ആൻഡ് ഡെസ്പയർ,
sorrows and pains, and pleasures and pains, sorrows and happiness, etc. All those come into play. അത് മനസ്സിന്റെയും ബുദ്ധിയുടെയൊക്കെ ഗുണഗണങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാവുന്നു. ദ്വന്ദ്വ ചിന്തകളിൽ നമുക്ക് വരുന്നു, അല്ലെങ്കിൽ അനുഭവങ്ങളിലേക്ക് വരുന്നു. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന ആങ്സൈറ്റീസ് ഓഫ് അക്വയറിംഗ്. അപ്പൊ അതുകൊണ്ട് ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാവുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ, എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷത്തിന്, എൻ്റെ ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നു ഞാൻ, അതിൻ്റെ ആങ്സൈറ്റീസ് ഉണ്ടാവുന്നു. അതുമാതിരി എന്തെങ്കിലും കഴിവുകളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ പൊസഷനിൽ ഉണ്ടെങ്കിൽ അത് എനിക്ക് എന്നിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള അജിറ്റേഷൻസ്, അത് വേണ്ടിയിട്ടുള്ള അത് ആ യോഗക്ഷേമങ്ങൾ അങ്ങനെയാക്കി മാറ്റുന്നു. നമ്മൾ യോഗക്ഷേമങ്ങൾ നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും ശരീരത്തിന്റെയും യോഗക്ഷേമമാക്കി മാറ്റുന്നു. ഇതാണ് നമുക്ക് ഈ സെൽഫിഷ് ഡിസയർ ഉണ്ടാക്കി തരുന്ന സംഗതി. അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ 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 സന്തോഷങ്ങളുണ്ട്, അതൊക്കെ പക്ഷെ നൈമിഷികങ്ങളായിട്ടുള്ള സന്തോഷങ്ങളാണ്. ദേ ആർ ഓൾ നോട്ട് എറ്റേണൽ, ദേ ആർ വെരി വെരി ഫ്ലീറ്റിംഗ് സന്തോഷങ്ങളാണ്. അതിനുള്ള പല എക്സാമ്പിൾസ്, നമ്മൾ ചെറിയ ചെറിയ എക്സാമ്പിൾസ് ഒക്കെ പറയും. നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന കാര്യം പറഞ്ഞു, ലഡ്ഡു കഴിക്കുന്ന കാര്യം പറഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് അപ്പോൾ ചില സന്തോഷം നൽകുന്നു, അത് പിന്നീട് പോകുന്നു. അത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ആയി, സന്തോഷങ്ങളായി മാറുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ ഈ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷങ്ങളാണ് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. ആ ജോയ്സ് ഓഫ് ദ സെൽഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് ആൻഡ് ഇന്റലക്ച്വൽ പോയിസ്, മനസ്സിന്റെ ഒരു സന്തുലിതാവസ്ഥ, അത് മാത്രമല്ല അതുപോലെ ബുദ്ധി, അത് ഏകാഗ്രമായിട്ട് ഈ പറയുന്ന ആത്മചൈതന്യത്തിൽ തന്നെ നിലനിർത്തുവാനായിട്ടുള്ള നമ്മളുടെ ശക്തി, ഇന്റലക്ച്വൽ പോയിസ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷം, ആത്മതൃപ്തി നമുക്ക് കിട്ടുള്ളൂ. ആ ആത്മതൃപ്തി എന്ന് പറയുന്നത് ഈ ഒരു കിണറ്റിലത്തെ വെള്ളം എനിക്ക് മതി എന്ന് വിചാരിക്കുന്നത് മാതിരിയാണ്. ഏത് മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ സന്തോഷങ്ങൾ മാത്രം മതി എന്ന് വിചാരിക്കുന്നത്. എപ്പോൾ നമ്മുടെ മുമ്പില് വലിയൊരു റിസർവോയർ വെള്ളം, ക്ലീൻ വാട്ടർ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ കിണറ്റിലത്തെ വെള്ളം തപ്പിപ്പോകുന്നത് മാതിരിയാണ് എനിക്ക് മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ സന്തോഷത്തിന്റെ പുറകെ ഞാൻ പോകുന്നത്. വെള്ളം, ഈ പറയുന്ന റിസർവോയറിലത്തെ വെള്ളം നമ്മുടെ അടുത്തുള്ളപ്പോൾ അതിനുവേണ്ടി എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യത്തോടു കൂടിയിട്ടാണ് ആ പോർഷൻ നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ആഴ്ച. അതിന്റെ കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ therefore you should always be working for the happiness of the joys of the self. അതായത് സെൽഫ് എന്ന് പറയുന്ന ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കൂ. അല്ലാണ്ട് പുറമേ കിട്ടുന്ന സന്തോഷങ്ങളും അതുമാതിരിയുള്ള മറ്റുള്ള റിവാർഡ്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണു നട്ട് പ്രവർത്തിക്കരുത്. അതാണ് നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കർമ്മയോഗത്തിന്റെ നിയമങ്ങൾ, ലോ ഓഫ് വർക്ക്. സോ യു ഹാവ് ആൻഡ് ദെൻ ഇറ്റ് ഫണ്ടമെന്റൽ ലോ ഓഫ് ഒരു തിയറം ഓഫ് വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. യു ഹാവ് അതോറിറ്റി ഓൺലി ടു ക്യാരി ഔട്ട് യുവർ ഡ്യൂട്ടി ബട്ട് നോ അതോറിറ്റി ഓവർ ദ റിസൾട്ട്സ്. അതായത് നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ആ കർമ്മത്തിന്റെ ഫലം എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല. അത് ഇറ്റ് ഈസ് പവേർഡ് ബൈ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്സ്. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തന ഫലങ്ങൾ നമുക്ക് കിട്ടും. ദ ഫ്രൂട്ട്സ് ഓഫ് ദ വർക്ക് ഷുഡ് നോട്ട് ബി യുവർ മ്യൂട്ടർ. ദെയർഫോർ ഫ്രൂട്ട്സ് ഓഫ് ദ വർക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ആയിരിക്കും ഉണ്ടാവുക ഫലം. അത് മാറ്റി നിർത്തണം. ആൻഡ് ഫ്രൂട്ട്സ് ഓഫ് ദ വർക്കിലേക്ക് നമ്മുടെ കണ്ണ് നടാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കർമ്മങ്ങളിൽ ഏർപ്പെടാണ്ടിരിക്കുവാനും പാടില്ല. യു ഹാവ് ടു ബി ഓൾവേസ്. അപ്പൊ അതിൽ നമുക്ക് പല നിരാശകളും സംഭവിക്കാം. അതെല്ലാം പ്രസാദഭാവത്തോടു കൂടി നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകണം എന്നാണ് ഈ കർമ്മ ലോ ഓഫ് കർമ്മ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതിനു വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? അങ്ങനത്തെ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടി നമുക്ക് കർമ്മങ്ങളിൽ ഏർപ്പെടണമെങ്കിൽ അതിനു വേണ്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വൺ ഇസ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, മനസ്സിന്റെ സന്തുലിതാവസ്ഥ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഈസ് ദ ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ്. അത് മനസ്സിന്റെ ആ ഒരു കൺട്രോളും അത് മാത്രം പോരാ, അതിന്റെ കൂടെ നമുക്ക് പ്രവർത്തനക്ഷമതയും വേണം. ഈ രണ്ടും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കർമ്മത്തിന്റെ ഫലത്തിൽ കണ്ണു നട്ട് ഇരിക്കാണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള പ്രചോദനം കിട്ടും. അതാണ് ഫണ്ടമെന്റൽ ലോ ഓഫ് കർമ്മ. ഇത് കർമ്മയോഗത്തിന്റെ ഒരു സമ്മറി എന്നുള്ള നിലയിൽ പറയുകയാണ് ഉണ്ടായത് 51ാമത്തെ ശ്ലോകത്തില്. അതിനു മുമ്പ് പോകുന്നതിന് മുമ്പ് ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് റിഫ്ലക്ഷൻസ് നമ്മൾ അന്ന് ലിസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു 10-12 ഐറ്റംസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് ഈ ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മീയ സുഖം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളുടെ കർമ്മ മേഖലകളിൽ, അത് മറ്റേ ജോലി സ്ഥലങ്ങളിലായാലും വീടുകളിലായാലും ശരി, സമൂഹത്തിലായാലും ശരി, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഫലത്തിൽ ഇച്ഛ ഇല്ലാണ്ട് എന്ന് പറയുമ്പോൾ എന്തിലാണ് പിന്നെ ഇച്ഛ വേണ്ടത്?
ആ ആത്മതൃപ്തിയിലിച്ഛ എന്ന് പറയുന്നത് ബലത്തിലിച്ഛ അല്ല, ആത്മതൃപ്തി. അപ്പോൾ എങ്ങനെ, അതിന്റെ പ്രാക്ടിക്കൽ റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടത്. അങ്ങനെ 51ാമത്തെ ശ്ലോകത്തിൽ എന്നിട്ട് അതിന്റെ ഒരു ഇക്വേഷനും പറഞ്ഞു. അതായത് വൈസ് പീപ്പിൾ ഹൂ പൊസസ് ദ നോളജ് ഓഫ് ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ് വൈൽ ക്യാരിയിങ് ഔട്ട് വർക്ക്, ഈ പറയുന്ന മനസ്സിന്റെ ഒരു സന്തുലിതാവസ്ഥ അതിൽ നമ്മൾ നിർത്തിക്കൊണ്ട്, ആൻഡ് കാസ്റ്റിംഗ് ഓഫ് സെൽഫിഷ് ഡിസയർ ഫോർ ദ റിസൾട്ട്സ് ഓഫ് ആക്ഷൻ, fully focused on the joys of the self, ആത്മതൃപ്തിയിൽ, are thus released from the, അങ്ങനെ ഉള്ളവരെ they are released from the bondage of hope and despair. ഈ പറയുന്ന hope and despair എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. കാരണം ഇനി എന്തെങ്കിലും ഇപ്പം നമുക്ക് തോൽവി സംഭവിച്ചാലും നമുക്കറിയാം ഇനിയും നമുക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ തോൽവിയാണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ബോധമാണ് അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് അങ്ങനെ നമുക്ക് ബെറ്ററായി നമ്മൾ ഡെഫിനറ്റ്ലി വെൻ വി ഡു സംതിങ് വി വിൽ ബിക്കം ബെറ്റർ അറ്റ് ഇറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു സക്സീഡ് ഓർ നോട്ട്, ആൻഡ് യു വിൽ പ്രോഗ്രസ് ടുവേർഡ്സ് പെർഫെക്ഷൻ വിച്ച് ഈസ് ഡിവോയിഡ് ഓഫ് എനി നെഗറ്റീവ് ഇഫക്ട്. അതിന് ഈ പറയുന്ന നമ്മുടെ പ്രോഗ്രസിന് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ഇല്ല, അത് എപ്പോഴും പോസിറ്റീവ് ആണ്. അതാണ് ഈ 51ാമത്തെ ശ്ലോകത്തിൽ അതിനെ സമറൈസ് ചെയ്തത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിന, അങ്ങനെയുള്ളവര് മനീഷികളാണ്. മനീഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ ആർ ദ തോട്ട് പവേർഡ് എന്നാണ്. മനീഷി എന്ന് പറഞ്ഞാൽ തോട്ട് പവേർഡ്, അങ്ങനെയുള്ളവർ തോട്ട് പവേർഡ് ആണ് എന്നാണ് കൃഷ്ണൻ അവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ തോട്ട് പവേർഡ് പീപ്പിൾ, മനീഷീസ്, ആർ ഇക്വാനിമസ് ഇൻ ദർ mind and intellectually poised and they are fully focused on the joys of the self. അങ്ങനെയുള്ളവരാണ് മനീഷികളായിട്ടുള്ളവര്. ജന്മബന്ധ വിനിർമുക്ത, they are freed from the hope of, അതായത് ജനന മരണങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണിത്. ജനന മരണങ്ങൾ നമ്മളുടെ ഉള്ളിലെ നല്ല പോസിറ്റീവായിട്ടുള്ള ശക്തിയും പ്രതീക്ഷയുമുള്ള സമയം നമ്മൾ ജീവനോടെ പ്രസരിപ്പോടെ പ്രവർത്തിക്കുന്നു. അതേസമയം നമുക്ക് ഹോപ്പ് നഷ്ടപ്പെട്ട് നമ്മൾ നിരാശരായിട്ടിരിക്കുകയാണെങ്കിൽ എന്താ പറ്റണേ, നമ്മളുടെ ശക്തി മുഴുവൻ ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഏത് വിധത്തിൽ നമ്മൾ മരിച്ച് കിടക്കുന്നത് മാതിരിയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് എക്സ്ട്രീം സ്റ്റേറ്റുകളാണ് ഇതൊക്കെ. ഈ രണ്ട് സ്റ്റേറ്റിന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ പ്രതീക്ഷ, പ്രസരിപ്പ്, ചില ദിവസങ്ങളിൽ ഈ പറയുന്ന മന്ദത ആൻഡ് അത് സങ്കടം, സന്താപം, ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ പോകുന്നു. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനന മരണങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ ഇരിക്കുന്നു. പ്രവർത്തന മേഖലകളിൽ നമുക്ക് ഒന്നും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാതെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ നിന്ന് വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം, ആൻഡ് ദേ വിൽ ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ സ്റ്റേറ്റ് they will be raised, they will go to that level. Gachanti padam that level, padam gachanti, they go to that level which is anamayam, that which is perfect, pure, salubrious എന്നൊക്കെയുള്ള അർത്ഥമാണ് അനാമയം എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ സ്റ്റാർ പെർഫോമറാക്കി നമുക്ക് പെർഫോമറായിട്ട് മാറാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ തന്നെ പ്രവർത്തന മേഖലകളിൽ, വീട്ടിലായാലും ജോലി സ്ഥലത്തൊക്കെ ആയാലും ഈ പറയുന്ന മനസാന്നിധ്യത്തോടുകൂടി പിന്നെ ബുദ്ധി സ്ഥിരതയോടുകൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, ആത്മതൃപ്തിക്ക് വേണ്ടി, അതിൽ മുഴുവനും എല്ലാ പ്രവൃത്തികളും ആത്മതൃപ്തിക്ക് വേണ്ടി നമ്മൾ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥ, അതാണ് ഈ പറയുന്ന മനീഷി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. അതാണ് കർമ്മത്തിന്റെ കർമ്മയോഗിയുടെ അവസ്ഥ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തി. ഇനി ആ കർമ്മയോഗി അങ്ങനെ എത്തിച്ചേരുമ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ്, ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, ഇന്റലക്ച്വൽ പോയിസ്, ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ് എന്ന് പറയുന്ന കണ്ടീഷൻസിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ മനസ്സിന്റെ ക്ലീനിങ് അപ്പ് ഉണ്ട്. അതിൽ വരുത്താവുന്ന പിന്നെയും പെർഫെക്ഷനിലേക്ക് പോകാൻ വരുത്താവുന്നതും അങ്ങനെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ, അതിലേക്കാണ് നമ്മളിലേക്ക് പോകുന്നത്. അപ്പൊ മനസ്സിന്റെ റിഫൈൻമെന്റ്, ഈ കർമ്മത്തിന്റെ റിഫൈൻമെന്റ് കഴിഞ്ഞു കർമ്മയോഗ, ഇനി മനസ്സിന്റെ റിഫൈൻമെന്റിന്റെ ഡീറ്റെയിൽസ് പറയുകയാണ് ഭക്തി. ആൻഡ് മനസ്സിന്റെ അതിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ജ്ഞാനവും കർമ്മവും കഴിഞ്ഞു, ഭക്തിയുടെ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങളെ പറയാം. അപ്പൊ അതിന് കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അതിന്റെ അനലിറ്റിക്കൽ, ഇത് മുഴുവൻ അനാലിസിസ് ആണ് ഇവിടെ ഈ ചാപ്റ്ററിൽ. അതുകൊണ്ടാണ് അതിനെ സാഖ്യയോഗം എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ യോഗ, ദ യൂണിയൻ വിത്ത് അനാലിസിസ് ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് വിത്ത് സെൽഫ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ സാഖ്യയോഗ. സോ ദാറ്റ് ഈസ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഫൗണ്ടേഷൻസ് ഓഫ് സെൽഫ് അനാലിറ്റിക്സ്. ആ അനാലിസിസിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാവുന്നത്. വളരെ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന പല ചാപ്റ്ററുകളിലും 3, 4, 5, 6, പിന്നെ 7, 8, 9, 10, 11, 12 എന്നൊക്കെ പറയുന്ന ഭക്തിയുടെയും പിന്നെ ജ്ഞാനത്തിന്റെ സത്വരജസ്തമോ ഗുണങ്ങൾ,
ആ പെർഫെക്ഷൻ, പുരുഷോത്തമ യോഗം, അതിലൊക്കെ വരുന്ന പല പല സംഗതികളായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേശ്ശെ കാണാൻ പറ്റും. അത് ഞാൻ ചില സംഗതികൾ ഞാൻ പറഞ്ഞ് കണക്ട് ചെയ്യാം, പിന്നീട് നമ്മൾ അത് ആ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ അത് കണക്ട് ചെയ്യാൻ കൂടി ചെയ്യാൻ കൂടുതൽ. അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ സംഗതികളൊന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ പറഞ്ഞു നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരം. ആ മനസ്സ്, ബുദ്ധി, ശരീരത്തിന് ബോധം നൽകിക്കൊണ്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആത്മശക്തി ഇരിക്കുന്നത്. ആ ആത്മശക്തി പക്ഷെ മനസ്സിനെയും ബുദ്ധിയെ ഉത്തേജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ നെഗറ്റീവ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധി പറയാണ്, ആ ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ ഈ ബുദ്ധിയാണ് ഞാൻ. അപ്പൊ ഞാൻ സെൽഫ് എന്ന് പറയുന്ന പവർ, നമ്മൾ പറയുന്ന ആത്മശക്തി, അത് ശരീരത്തിന്റെ മനസ്സിന്റെ ബുദ്ധിയിലേക്ക് കയറി വരുമ്പോൾ ആ ബുദ്ധി പറയുകയാണ് ഞാനാണ് ബുദ്ധി എന്ന്. കാരണം അതിന് ആ ബുദ്ധിക്ക് ഒരു എക്സിസ്റ്റൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആത്മശക്തി. അതോടുകൂടി ബുദ്ധി ഏറ്റെടുക്കും ആ എക്സിസ്റ്റൻസ്, ഞാൻ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ അത് എൻ്റെ മനസ്സ്. അപ്പൊ മനസ്സും ഞാനായി. ആ മനസ്സ് പിന്നെ ശരീരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ശരീരവും ഞാനായി. അപ്പൊ മനസ്സ്, ബുദ്ധി, ശരീരം ഞാനായി. അതാണ് ഈഗോ. അപ്പോ എന്താ പറ്റുക? ഇനിയിപ്പോ എൻ്റെ ഈ പറയുന്ന മനസ്സ്, ബുദ്ധി, ശരീരത്തിനെ സന്തോഷിപ്പിക്കലായി എൻ്റെ ജോലി. പിന്നീട് അതാണ് ദി ജോയ്സ് ഓഫ് ദ ഈഗോ എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന് ജോയ്സ് ഓഫ് ദ ഈഗോ ഡ്രൈവിംഗ് ഓൾ അവർ ആക്ഷൻസ്, ഇമോഷൻസ് ആൻഡ് തോട്ട്സ്. അപ്പൊ എൻ്റെ ചിന്തകള്, എൻ്റെ ആസ്പിരേഷൻസ്, എൻ്റെ ഹോപ്സ്, എൻ്റെ വാസനകള്, ഇതാണ് എൻ്റെ അതൊക്കെ ഞാനായി മാറുകയാണ്. എന്നിട്ട് ഈ ലോകത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അപ്പൊ എന്താ പറ്റുക? പ്രിയം, മോദം, പ്രമോദങ്ങൾ എന്തൊക്കെയായി മാറുന്നു? പ്രിയം, അതായത് എനിക്ക് എൻ്റെ മനസ്സിന് സുഖം കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിനുണ്ടാവുന്ന സന്തോഷം, പിന്നെ അത് അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം ആയി മാറുന്നു. അത് അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന് ചില പ്ലഷേഴ്സ് ആൻഡ് അതിന് നമ്മൾ ലസ്റ്റ് ആൻഡ് ഇൻഡൽജൻസസ് എന്നൊക്കെ പറയും. ശരീരസുഖം, അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. മനസ്സിന് വേണ്ടിയിട്ട് അപ്പൊ എന്താ, മനസ്സിന് പല കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ ജലസി, ഗ്രീഡ്, എൻവിനെസ്, അങ്ങനത്തെ സംഗതികൾ, ആങ്കർ, ഇതൊക്കെ അതിന്റെ പോർഷൻ ആയിട്ട് വരും. രണ്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എൻസ് രണ്ടും ഉണ്ട്. അപ്പൊ അതിനെ തൃപ്തിപ്പെടുത്തുവാനായിട്ടുള്ള സംഗതികൾ. ഇപ്പൊ ആങ്കർ വന്നു കഴിഞ്ഞാൽ ആങ്കർ കുറയ്ക്കാനായിട്ടുള്ള വഴി എന്തൊക്കെയാണ്? അപ്പൊ എനിക്ക് എന്തിനോടാണോ ദേഷ്യം തോന്നുന്നത്, ആ ദേഷ്യം തോന്നിയ വ്യക്തിയോടോ അല്ലെങ്കിൽ സാധനങ്ങളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടി മനസ്സിന്. അപ്പൊ അങ്ങനെ ആങ്കർ ശമിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നു. ജലസി, ഗ്രീഡ്, ഇതൊക്കെ അങ്ങനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു. ആൻഡ് പിന്നെ ബുദ്ധിയുടെ പോയിസ് നമ്മൾ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അരഗൻസ്, കൺസീറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ മോശമായിട്ടുള്ള വശങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ നല്ല വശം എന്നാൽ അതിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള സന്തോഷങ്ങളും നമ്മൾ കിട്ടുന്നു. ഇത് അനുഭവിച്ച് ഇത് ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഒരു തൃപ്തി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു. അത് ആ ഹാപ്പിനെസ് ഒക്കെ എന്തായിരിക്കും? ഫ്ലീറ്റിംഗ് ഹാപ്പിനെസ് ആണ്. ഫ്ലീറ്റിംഗ്, അതായത് അതിനൊന്നും എന്താ പറയുക, സ്ഥിരമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ലസ്റ്റ് ആൻഡ് ഇൻറ്റലിജൻസസ്, ഗ്രീഡ് ആൻഡ് എൻവി ആൻഡ് അരഗൻസ് ആൻഡ് കൺസീറ്റ് ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് റെസ്പെക്റ്റീവ്ലി gives you fleeting happiness, egocentric self-satisfaction ആയിട്ട് നമുക്ക് മാറുന്നു. എന്നിട്ട് അത് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും പ്രതിഫലിക്കും. എങ്ങനെയാണ്? ആസ് സബ് ഓപ്റ്റിമൽ സ്കിൽസ്. അതായത് വളരെ എന്താ പറയുക, പെർഫെക്ഷനിലേക്ക് പോകാത്തതായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടാവാം. ഹോപ്സ് ആൻഡ് ഡെസ്പയർ, ഈ പറയുന്ന സന്താപങ്ങളും സന്തോഷങ്ങളും അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നതായിട്ടുള്ള മനസ്സ്. ആൻഡ് സെൽഫിഷ് മോട്ടിവേഷൻസ്, അതിൽ നിന്ന് മാറി എനിക്ക് ഈ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തിനെയും എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് പറയുന്ന മോട്ടിവേഷൻസ് ആയി മാറി. അതങ്ങനെയാണ് നമ്മളുടെ കർമ്മങ്ങളൊക്കെ. വി എൻഗേജ് ഇൻ ആക്ഷൻ ഇൻ ദാറ്റ് മാനർ. അതിനെ കർമ്മങ്ങൾ എന്ന് മാത്രം വിളിക്കാം. ഇനി അപ്പോ ഇവിടെ ഈ മനസ്സ്, ഇത് മുഴുവനും ആദ്യം പ്രവർത്തിക്കുന്ന സംഗതി എന്താ? ഇന്റലക്റ്റ് ആണ് കേട്ടോ. മനസ്സ്, ബുദ്ധി, ശരീരത്തിൽ ഇന്റലക്റ്റ് ആണ് ഇതിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇന്റലക്റ്റ് എന്താ ചെയ്യുക? നമ്മളെ ഒരു ചളിക്കുണ്ടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടിടും. അതായത് ഈ മനസ്സ്, ബുദ്ധി, ശരീരമാണ് ഞാൻ എന്നുള്ള ചളിക്കുണ്ടിന്റെ ഉള്ളിലേക്ക് ഇന്റലക്റ്റ് വലിച്ച് അവിടെ കൊണ്ടിടും. അതാണ് ഈഗോ ചെയ്യുന്നത്. അപ്പോ ഇനി അതിൽ നിന്ന് നമുക്ക് മുകളിലേക്ക്, ഈ ചളിക്കുണ്ടിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കണം. ആർക്ക്? മനസ്സിനും ബുദ്ധിക്കും സാധിക്കില്ല. മനസ്സിനും ശരീരത്തിനും സാധിക്കില്ല, ഇന്റലക്റ്റിനെ സാധിക്കുള്ളൂ. ഇന്റലക്റ്റ് അതിനെ കൊണ്ടുവരാനായിട്ട്, മുകളിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രവർത്തനം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അപ്പോ നമ്മളുടെ ഈ ആത്മശക്തിയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. നേരത്തെ കൃഷ്ണൻ അത് ജ്ഞാനത്തിൽ പറഞ്ഞു, ജ്ഞാനയോഗത്തിൽ. എന്താണ് നീ?
Who are you? എന്ന് അർജുനന്റെ അടുത്ത് പറഞ്ഞു. സെൽഫ്. യു ആർ ദ സെൽഫ്. യു ആർ നോട്ട് ദ ബോഡി, മൈൻഡ് ഓർ ദ ഇന്റലക്ട്. യു ആർ ദ സെൽഫ്. So don't go after satisfying your body, mind and intellect, but rather go after satisfying the joys of the inner self. ആത്മതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോൾ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഈ ആത്മീയ ശക്തിയാണ് പിന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് എൻ്റെ ചെറിയ 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 സന്തോഷങ്ങളല്ല എന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, സെൻസസ് ഓഫ് പെർസെപ്ഷൻ, കണ്ണ്, മൂക്ക്, ചെവി, അങ്ങനെയുള്ള സാധനങ്ങൾ, അതാണ് നമ്മളെ ഈ പറയുന്ന പ്രപഞ്ചവുമായിട്ട് ഏർപ്പെട്ട് നമുക്കുള്ള സന്തോഷങ്ങളൊക്കെ ഈ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും ഒക്കെ തരുന്നത്, പ്ലഷേഴ്സ് ഓഫ് ദ സെൻസസ് തരുന്നത്. വെൻ ദ സട്ടിൽ ഇന്റലക്ട്, വിസ്ഡം, ഈ അതിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്, സട്ടിൽ ഇന്റലക്ട്, ആ സെൽഫുമായിട്ട് ചേർന്ന് കിടക്കുന്നതായിട്ടുള്ള നമ്മുടെ ബുദ്ധി കൺവിൻസ് ഇത് മറ്റേ സൈഡ് റാഷണൽ ആയിട്ട് മറ്റേ ഗ്രോസ് ഇന്റലക്റ്റിനെ കൺവിൻസ് ചെയ്യുമ്പോൾ, ആൻഡ് ദ മൈൻഡ്, അപ്പൊ അതിനെയാണ് ഇന്റലക്ച്വലി കൺവിൻസ്ഡ് എന്ന് പറയുന്നത്. അങ്ങനെ when we are intellectually convinced that you are or I am the self, ആ ഇന്റലക്ച്വൽ കൺവിക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ അതുവരെ എന്താ സംഭവിക്കുക? ഇതൊക്കെ യെസ്, അതാണ് പറയാൻ നമുക്ക്, ഞാൻ ആത്മാവാണ്, ആത്മശക്തിയാണ്, ശരീരം, മനസ്സ്, ബുദ്ധി അല്ല എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് അത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇന്റലക്ച്വലി കൺവിൻസ്ഡ് ആവണം. ഇന്റലക്ച്വലി കൺവിൻസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലാണ്ട് ഞാൻ ആത്മീയ ശക്തി തന്നെയാണ് എന്നുള്ള ബോധം അടിയുറച്ച് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വരുമ്പോഴാണ് ഇന്റലക്ച്വൽ കൺവിക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ദ സെൽഫ് ഈസ് ദ എൻലിവനർ എന്നുള്ള ആ ഇന്റലക്ച്വൽ കൺവിക്ഷൻ വരുമ്പോൾ ദ എക്സ്പീരിയൻസസ് ഓഫ് ദ പ്ലഷേഴ്സ് ഓഫ് ദ സെൻസസ് ബിക്കം സെക്കൻഡറി ടു ദ മോട്ടിവേഷൻസ് ഓഫ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അപ്പോൾ ഈ മനസ്സ്, ബുദ്ധി, ശരീരത്തിന്റെ സന്തോഷങ്ങളോ അതിനെ തൃപ്തിപ്പെടുത്തേണ്ടതോ അല്ല നമ്മുടെ ആവശ്യം. ആത്മീയ സുഖമാണ് നമ്മുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സന്തോഷം നൽകുന്നത് എന്നുള്ള ബോധം നമ്മുടെ പ്രവർത്തനത്തിലേക്ക് വരും, നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തനത്തിലേക്കും ആയി വരുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ ആ മനസ്സിന്റെ റിഫൈൻമെന്റിന് വേണ്ടിയിട്ട് പറഞ്ഞു തീർത്തത്. അപ്പോ എന്താ സംഭവിക്കുന്നത്? അതിന് രണ്ട് ശ്ലോകങ്ങൾ 52, 53. വെൻ ദ ഇന്റലക്ട് ക്രോസസ് ദ മയർ ഓഫ് ഡെലൂഷൻ ഓഫ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ, എന്റെ ഐഡന്റിറ്റി എന്താ, എന്റെ മനസ്സ്, ബുദ്ധി, ശരീരമാണ് എന്നുള്ള നമ്മളുടെ ഒരു ഡെലൂഷൻ, അതായത് തെറ്റായിട്ടുള്ള ചിന്ത, അതിലത്തെ ഉള്ളിൽ കിടക്കുന്ന ആ ചെളിക്കുണ്ട്, അതിൽ നിന്ന് നമ്മൾ കരകയറണം. Then you shall attain freedom from what has been heard and what has not been. അതായത് കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള സംഗതികളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേൾക്കുക എന്ന് പറയാം, അതൊരു എന്താ പറയാ, ഒരു പൊയറ്റിക് എക്സ്പ്ലനേഷൻ ആണത്. അതായത് നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ ചെവിയിൽ അല്ലെ, ചെവിയുടെ ഫംഗ്ഷൻ ആയിട്ട് ഒരു സെൻസസിന്റെ ഒരു ഫംഗ്ഷൻ, ചെവി. ആ കേട്ടതും കേൾക്കാത്തതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മറ്റേ എന്താ പറയാ, ചെവി കൊണ്ട് കേൾക്കാൻ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കേട്ട് അല്ലെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന സന്തോഷങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ആന്റിസിപ്പേഷൻസിനെ ഞാൻ മാറ്റി നിർത്തുന്നു. അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത, അത് കേൾക്കുമ്പോൾ കേൾക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു സന്തോഷം, പിന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള സന്തോഷം എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത്. വാട്ട് ഹാസ് നോട്ട് ബീൻ ഹേർഡ് ആൻഡ് വാട്ട് ഹാസ് ബീൻ ഹേർഡ്. അപ്പൊ അതിൽ നമ്മുടെ ഈ ഹോപ്പ് ആൻഡ് ആസ്പിരേഷൻസ് എന്ന് പറയുന്ന, അതായത് സെൻസസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോപ്പ് ആൻഡ് ആസ്പിരേഷൻസ് എന്നുള്ള അർത്ഥമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് പറയാം. വെൻ യുവർ ഇന്റലക്ട്, സാധാരണ എന്താ സംഭവിക്കുക, പെർപ്ലെക്സ്ഡ് ബൈ വാട്ട് യു ഹാവ് ഹേർഡ് ക്യാൻ സ്റ്റാൻഡ് സ്റ്റഡി ഇൻ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അതായത് നമുക്ക് ഈ പറയുന്ന മറ്റേ നേരത്തെ പറഞ്ഞ ഗ്രീഡ്, ജലസി, ലസ്റ്റ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ മനസ്സ്, അത് നമുക്ക് വരുമ്പോൾ ഇന്റലക്ട് പെർപ്ലെക്സ്ഡ് ആവാത്ത, അതിൽ വീണു പോവാണ്ട്, നോ അതില്ല, ഇത് മനസ്സിന്റെയും ബുദ്ധിന്റെയും ശരീരത്തിന്റെയും ഇപ്പോഴത്തെ കണ്ടീഷനാണ്, ഡോണ്ട് ഫോൾ ഫോർ ഇറ്റ് എന്ന് എൻ്റെ ഇന്റലക്ട് പറയുമ്പോൾ, സട്ടിൽ ഇന്റലക്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നേരെ കൈപിടിച്ച് സെൽഫിലേക്ക്, ആത്മശക്തിയിലേക്ക്, ആത്മതൃപ്തിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ യു വിൽ അറ്റൈൻ പെർഫെക്ഷൻ. അതാണ് അപ്പൊ എന്താ സംഭവിക്കുക, നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിന് സെൽഫ് പവർ ചെയ്ത് വരുമ്പോൾ ശരീരത്തിന്റെ ഡിസിപ്ലിൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ വരുന്ന ഡിസിപ്ലിൻസ്, അപ്പൊ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ ബുദ്ധിമുട്ട്, എൻ്റെ ശരീരത്തിന് പല അസുഖങ്ങളും വരുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടെങ്കിൽ അത് സാരമില്ല, ചെയ്യുക, ഇതാണ് നിന്റെ കർമ്മം എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരും. ഡിവോഷൻ, മൈൻഡിൽ ഡിവോഷൻ,
ഭക്തി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അതിനോടുള്ള പാഷൻ, ആ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്ന് പറയുന്ന പ്രചോദനം, ഇൻസ്പിരേഷൻ. ആൻഡ് ബുദ്ധിക്ക് വരുന്ന ഡിസ്പാഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേകവും വൈരാഗ്യവും. വിവേകം ടു ഐഡന്റിഫൈ വിത്ത് ദ പാത്ത് ഓഫ് പ്ലഷർ ആൻഡ് പാത്ത് ഓഫ് good, and then to stick to the path of good. അത് രണ്ടും, ആ വിവേക ആൻഡ് വൈരാഗ്യ or dispassion, ഇത് രണ്ടും നമുക്ക് മനസ്സിലുണ്ടാവുന്നു. And therefore you will be powered by lasting happiness and bliss and beatitude, capital self-satisfaction, atmatrapti, resulting ultimately in physical skills of the body, equanimity of mind, and supreme motivations of the joys of the self എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന കർമ്മയോഗം, അതാണ് കർമ്മയോഗം. വെറും കർമ്മത്തിൽ നിന്ന് മാറി കർമ്മയോഗിയായിട്ട് നമ്മൾ മാറാനായിട്ടുള്ള അതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 2 പ്രോസസ്സുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ സാധാരണ എന്താ പറ്റുകയെന്ന് വെച്ചാൽ സെൻസ് ഓർഗൻസ്, പഞ്ചേന്ദ്രിയങ്ങൾ, സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, ഷേപ്പ് ആൻഡ് സ്മെൽ, ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധാദികളെ അനുഭവിക്കുവാനായിട്ടുള്ള നമ്മളുടെ ഓർഗൻസ്, അത് പുറമേയുള്ള ലോകത്തുള്ള ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ്, ഒബ്ജക്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ്, അത് സെൻസ് ഓർഗൻ വഴി ഉള്ളിലേക്ക് സെൻസ് ഓഫ് പെർസെപ്ഷൻ, ജ്ഞാനേന്ദ്രിയങ്ങളിൽ എത്തിച്ചേർന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്റലക്ട് ടേക്സ് കൺട്രോൾ, സബ്റ്റിൽ ഇന്റലക്ട് ടേക്സ് കൺട്രോൾ ആൻഡ് ഷുഡ് ടേക്ക് കൺട്രോൾ. ആൻഡ് യുവർ എക്സിസ്റ്റിംഗ് കേപ്പബിലിറ്റീസ് will be all geared towards the joys of the self. Or if you don't have certain capabilities, you will strive to develop those new capabilities, making it your own, and then those also will be aimed towards the joys of the self, and that powers your complete existence. ഇതാണ് പെർഫെക്ഷൻ സ്റ്റേറ്റിലേക്ക് നമ്മളെ ഉയർത്തുവാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജുനന് സംശയം, ഹൗ ഡു യു ഡിസ്ക്രൈബ് സച്ച് എ പേഴ്സൺ? അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക? ആൻഡ് ഹൗ ഡസ് ഹി ലീഡ് ഹിസ് ലൈഫ്? അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കും ഒക്കെ ഈ ചോദ്യങ്ങൾ വരേണ്ടതാണ് അർജുനനെ മാതിരി. അതിനുള്ള ഉത്തരങ്ങളാണ് പിന്നീടുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ ഇനി പറയാൻ പോകുന്നത്, 5-6 ശ്ലോകങ്ങളിൽ. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, അൾട്ടിമേറ്റ്ലി ലോകത്തിൽ എന്താണ്, വാട്ട് ആർ ദ മാർക്സ് ഓഫ് സച്ച് എ പേഴ്സൺ എന്നാ പറഞ്ഞത്. മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ കാണപ്പെടുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഉള്ളിൽ നടക്കുന്ന ഒരു റിഫൈൻമെന്റ് പ്രോസസ്സാണ്. അത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പലർക്കും തോന്നാം. പക്ഷെ പുറമേയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കണം. അപ്പൊ ഹിൽ ബി സെൽഫ്ലെസ്, സിമ്പിൾ ആയിട്ട് പറയാണ്, സെൽഫിഷ്നെസ് ഇല്ലാത്ത ആള്. ഓക്കെ. പിന്നെ നെക്സ്റ്റ്, ഹി വിൽ ബി കംപ്ലീറ്റ്ലി ഇക്വാനിമസ്, മനസ്സ് പതറാണ്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്. പിന്നെ നോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കുന്നത്. കർമ്മത്തിന് ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ധാർമ്മികമായിട്ടുള്ള കർമ്മബോധത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അല്ലാണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് എൻ്റെ ഇഷ്ടത്തിനുള്ളതൊക്കെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള ബോധത്തോടുകൂടിയുള്ള ആളായിരിക്കില്ല. ആൻഡ് ഓൾസോ ഹി വിൽ ബി ലൈക്ക് എ ടോർട്ടോയ്സ് വേർ, എന്താ പറയാ, 5 സെൻസസിനെയും പുറമേയുള്ള സുഖങ്ങൾക്ക് വിട്ടുകൊടുക്കാണ്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിലേക്ക് എക്സസീവ് ഇന്റലിജൻസിലേക്ക് പോവാണ്ട് നമ്മളുടെ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഈ പറയുന്ന കൈകാലുകളും തലയൊക്കെ എങ്ങനെയാണോ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് ഇരുത്തിയിരിക്കുന്നത്, അതുമാതിരി സെൻസസിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തിയും ആയിട്ട് ഇരിക്കും എന്നാണ് അവിടെ. ഇങ്ങനെയുള്ള 4 ക്വാളിറ്റീസ് ആണ് 1, 2, 3, 4. ഓക്കെ, അതെന്തൊക്കെയാണ്? അപ്പോൾ ബേസിക്കലി ആത്മതുഷ്ടി, അനാസക്തി 2 വിധത്തിലാണ്, ഇക്വാനിമിറ്റി ആയിട്ടും നോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, 2 അനാസക്തി തന്നെയാണ് സംസ്കൃതത്തിൽ. ആൻഡ് ഇന്ദ്രിയ സംയമ എന്ന് പറയുന്ന ക്വാളിറ്റി ആയിട്ട് മാറും. ആത്മതുഷ്ടി, അനാസക്തി, ഇന്ദ്രിയ സംയമം, ഇങ്ങനെയായിരിക്കും ഈ പറയുന്ന പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറൊരു വിധത്തിൽ പറയുന്നത് സെൽഫ്ലെസ്, ഇക്വാനിമസ്,
equipoised and rooted in the self. He is a seer. Muniyavu. He will be a Muni. Muni means he is a visionary. Muni is a visionary. Muni എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കാഷായ വസ്ത്രം ധരിച്ച് താടിയും ജടയൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരല്ല. Muni means visionary. He will be a visionary. He is selfless, equanimous, equipoised, and rooted in self. He is a seer, S-E-E-R, Muni. What is that S-E-E-R standing for? Selflessness, equanimity, equipoise, and self-rooted. അങ്ങനെയുള്ള ഒരാളായിരിക്കും, rooted in the self, seer. ഇതാണ്, ഇങ്ങനെയായിരിക്കും ഈ പറയുന്ന പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അർജുൻ എന്നെ ആ സമ്മറി. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റീസ്, ഈ ക്വാളിറ്റീസ് ഒക്കെയാണ് ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഭക്തിയോഗത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് സമ്മറിയാണ് ഈ ക്വാളിറ്റീസ്. സോ ആത്മതുഷ്ടി, അനാസക്തി ആൻഡ് ഇന്ദ്രിയ സംയമ എന്ന് പറയുന്ന ക്വാളിറ്റീസ് ആക്ച്വലി റിഫ്ലെക്ട്സ് സെൽഫ്ലെസ്നെസ്, ഇക്വാനിമിറ്റി, ഇക്വിപോയിസ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് റൂട്ടഡ് ഇൻ ദ സെൽഫ്. ഇത് നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കാം. നമുക്ക് can you be selfless? How can you be selfless in the workplace? How can you be equanimous in the workplace? How can you be a cooperative യജ്ഞ ഭാവ, ത്യാഗഭാവ, സമർപ്പണ ഭാവ എന്നൊക്കെ പറയുന്ന ഭാവങ്ങളിലേക്ക് വരും. അതൊക്കെ കർമ്മയോഗത്തിൽ നമ്മുടെ അതിന്റെ സമ്മറി കണ്ടു. And he is equipoised, intellectually controlled and rationally thinking, and always applying the subtle intellect. And doing this for what? Not for my selfish purposes, not for my own or my limited own successes, but for the overall welfare of the organization, of society, etc. അങ്ങനെയുള്ള ഒരു outward projecting ആയിട്ടുള്ള ഒരു person ആയി നമ്മൾ മാറുന്നു. See, and that such a person is a visionary. Only such people will be able to envision what. അപ്പൊ നമ്മൾ ഓരോ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ടീം അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള വിഷൻ നമുക്ക് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള വ്യക്തികൾക്കേ സാധിക്കുള്ളൂ. മറ്റുള്ളവരെ they will be limited by their own success and progress, whereas the success of the organization or the product or the society or the nation, etc., will only be the prime motive of visionaries, seers, who are selfless, equanimous, equipoised, and rooted in self. അപ്പോൾ ആ ഫണ്ടമെന്റൽ ക്വാളിറ്റീസ് ആണ് അർജുനൻ അവിടെ ശ്രീകൃഷ്ണൻ ഡിഫൈൻ ചെയ്തത്. in chapter in slokas 55, 56, 57, and 58. Driven by the joys of the self. When you are completely focused on the joys of the inner self, 55th verse-ലാണ് പറയുന്നത്, having given up all selfish desires through self-effort, then you are said to be of steady intellect, atmatushti. And when you are not upset by sorrows or failures, etc., rejections, or nor hanker after pleasures or instant gratifications, and is devoid of lust, fear, and anger, you have successfully rejected the association with negative tendencies. അപ്പോൾ ആ മനസ്സിന്റെ ക്വാളിറ്റീസ് ഓഫ് അനാശക്തി അതിൽ വേണ്ട സംഗതികളാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇനിയും വരുന്നുണ്ട്, അടുത്ത ഒരുപാട് അധ്യായങ്ങളിൽ പല ചാപ്റ്റേഴ്സിൽ വരും. ഇപ്പം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നോട്ട് അപ്സെറ്റ് ബൈ സോറോസ്, ഡു നോട്ട് ഹാങ്കർ ആഫ്റ്റർ പ്ലഷേഴ്സ്, ഈസ് ഡിവോയ്ഡ് ഓഫ് ലസ്റ്റ്, ഫിയർ ആൻഡ് ആങ്കർ, and completely rejects all negative tendencies. Then you are considered a man of perfect equanimity. അപ്പോൾ എന്താണ് equanimity? Equanimity is all about cultivating these qualities of the mind and not entertaining likes and dislikes. മനസ്സ് മാത്രമല്ല, ബുദ്ധിയുടെ equanimity ആണ് ഈ പറയുന്ന അനാശക്തി. അതുകൊണ്ടാണ് രണ്ടും അനാശക്തിയാണെന്ന് പറയുന്നത്. When you are detached from both the adverse and the advantageous, രണ്ടിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് തോൽവി സംഭവിക്കാം, അല്ലെങ്കിൽ അത് ചില സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജിയസ് പൊസിഷൻ ആയിരിക്കും ചില സംഗതികൾ. അപ്പൊ നമ്മൾ സന്തോഷിക്കും, മറ്റേതാവുമ്പോൾ എന്നിട്ട് ഡിജക്റ്റഡ് ആവുന്നോ. അഡ്വാൻറ്റേജ് അല്ലാത്ത സംഗതികൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. സോ maybe it is dues, it is not advantage, still you will fight to make it an advantage and then gain the match point. Neither condemning the former nor complimenting the latter,
In such a state of being able to manage likes and dislikes, you are considered to have a steady intellect. A steady mind, anasakti. Steady intellect, anasakti. Random. Adana avada define cheythathu. 57, 56, 57 ശ്ലോകങ്ങളിൽ. And 58ാമത്തെ ശ്ലോകത്തില്, when you completely withdraw the mind and the senses from being drawn towards the path of pleasure, അതായത് withdrawn from attractions of the sense objects, just as a tortoise withdraws its limbs from all sides, you are firmly rooted in wisdom. അങ്ങനെയുള്ള ഇന്ദ്രിയ സംയമത അതും കൂടി ചേരുമ്പോൾ ഈ പറയുന്ന ക്വാളിറ്റീസ്, ഈ പറയുന്ന 4 ശ്ലോകങ്ങളിൽ 55, 56, 57, 58, then what happens? You are perfect. അപ്പൊ ബോഡി താഴെ, ബോഡി ഇന്ദ്രിയ സംയമത, ഇന്റലക്ട് ഇന്റലക്ച്വൽ അനാശക്തി, മൈൻഡ് മെന്റൽ അനാശക്തി, ആൻഡ് സെൽഫ് ആത്മതുഷ്ടി, ചോയ്സ് ഓഫ് ദ സെൽഫ്. അപ്പോൾ ഫ്രം ദ ബോഡി, ദ ഇന്റലക്ട്, ദ മൈൻഡ് എല്ലാം റിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്, കംപ്ലീറ്റ്ലി റിഫൈനിങ് ഓൾ ദസ്, സോ ദാറ്റ് യു ആർ completely rooted in the self, inspired. So the process of inspiration is what is defined here through these 4 slokas. Our process of inspiration is nothing but devotion. Appo bhaktan aarana? A bhakta is somebody who is possessed of indriya samyama, of anashakti, mental and intellectual, and rooted atma tushti, rooted in the self. That such a person is a devotee, a bhakta. Such a person inspires everyone he connects with, and whatever he does it in an inspiring manner. He is inspired as well as he inspires others. That is devotion, a devotee. Bhaktanda characteristics ne pattittu paranja, such a person is a bhakta, and such a person is a muni. Perfect, he is perfect. Okay. ഇതിന് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു സ്റ്റേറ്റ്, ഇപ്പം ഈ പറയുന്ന ഇതൊക്കെ എങ്ങനെ മനസ്സിലുണ്ടാക്കിയെടുക്കുക, അതിന് സബ്ലിമേഷൻ ആണ് വേണ്ടത്. സെൽഫിഷ് ഡിസയേഴ്സ്, സെൽഫിഷ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ശരീരം, അതാണ് ഞാൻ എന്നുള്ള ചിന്ത എടുത്ത് മാറ്റണം. നമ്മൾ എങ്ങനെ മാറ്റുക? സപ്രസ് ചെയ്ത് ഇങ്ങനെ അടിച്ച് എവിടെയെങ്കിലും ഒതുക്കി വെക്കലല്ല, അതിനെ ജ്ഞാനത്തിനെ കൊണ്ട് സബ്ലിമേറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഇൻസ്പിരേഷൻ ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന് അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ സെൽഫിഷ് ഡിസയേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ഡിസയേഴ്സ് നമ്മളെ കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പിന്നെയും ഉള്ളത് നമ്മളെ കൊണ്ട് പല സെൽഫിഷ് ആക്ഷൻസിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പൊ സെൽഫിഷ് ആക്ഷൻസിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുകയാണ്. അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിക്കും ശരീരത്തിനും ചിലപ്പോൾ സന്തോഷം കിട്ടിയെന്ന് വരും. ആ റിസൾട്ട് എന്താ കിട്ടുക? അതിനെ പിന്നെയും നമ്മളെ ക്രേവിങ് ഉണ്ടാക്കി തരും മനസ്സിൻ്റെ ഉള്ളിൽ. ഇനിയും അത് വേണം, ഇനിയും അത് അനുഭവിക്കണം എന്നുള്ള ചിന്ത. അങ്ങനെ നമ്മൾ പിന്നെ സെൽഫിഷ് ഡിസയേഴ്സ് കൂട്ടിയെടുക്കുന്നു, ആക്ഷനിൽ ഏർപ്പെടുന്നു, റിസൾട്ട് കിട്ടുന്നു, ബോണ്ടേജ് ഓഫ് സെൽഫിഷ്നെസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു, സെൽഫിഷ് കണ്ടീഷൻ. അതിന് പകരം നമ്മൾ അതില്ല, ഞാൻ അങ്ങനെ സെൽഫിഷ് ഡിസയേഴ്സ് വന്ന് ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സപ്രസ് ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്താ പറ്റുക? ഈ റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ആ എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ ഈ സാധനം പൊട്ടി പുറത്തേക്ക് പോകും. അപ്പോൾ സപ്രഷൻ ഓഫ് സെൽഫിഷ് ഡിസയേഴ്സ് അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. സപ്രസ് ചെയ്യുമ്പോൾ, അതായത് വെറുതെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാരണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ജസ്റ്റ് അത് കാരണം, അല്ലാണ്ട് അത് മനസ്സ് ഇന്റലക്ച്വൽ കൺവിക്ഷൻ ഉണ്ടാവാത്ത പ്രവൃത്തിയാണ് ഈ പറയുന്നത്. ഇന്റലക്ച്വൽ കൺവിക്ഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന മാതിരി ഒക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സപ്രഷൻ പൊട്ടിത്തെറിച്ച് നമ്മളെ നാശത്തിലേക്ക് എത്തിച്ചേർക്കും. കാരണം അത് പിന്നെ നമ്മളത് വേണ്ട, പിന്നെയും കൂടുതൽ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്യും, കുറെ നാൾ ചെയ്യില്ല, പിന്നെ അത് പൊട്ടും, അപ്പൊ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോ അവിടെ വേണ്ടത് എന്താണ് പറയുന്നത്? യു ഹാവ് ടു കംപ്ലീറ്റ്ലി ബി റൂട്ടഡ് ഇൻ ദ സെൽഫ്. ആത്മതുഷ്ടിയിലേക്ക് എത്തണം, ജോയ്സ് ഓഫ് ദ സെൽഫ്. ആ ആത്മതൃപ്തിക്ക് വേണ്ടിയിട്ട് സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ നമ്മളെങ്ങനെ, സന്തോഷങ്ങളും സന്താപങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അത് മാറി വരുന്ന അവസ്ഥയാണെന്നൊക്കെയുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക, ഉണ്ടായിട്ട് നമുക്കുണ്ടാവുന്ന ഇൻസ്പിരേഷൻ ഡിവോഷൻ ആണ് എന്ന്. അങ്ങനെ ആവുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് സബ്ലിമേഷൻ. അത് 59ാമത്തെ ശ്ലോകത്തില് ദ സെൻസ് ഒബ്ജക്ട്സ് ആൻഡ് ദ പാത്സ് ഓഫ് പ്ലഷർ അപ്പോൾ are forced out by your abstinence. Abstinence കൊണ്ട് നമുക്ക് ഫോഴ്സ് ഔട്ട് ചെയ്യാം. That is called as suppression. But the cravings will remain. On enjoying the joys of the self, ആത്മതുഷ്ടി കിട്ടി കഴിയുമ്പോൾ, the merits of the path of good, your cravings will automatically sublimate, cease, ഇല്ലാണ്ടാവും. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അത് അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ
നമ്മൾ ഈ ആത്മതൃപ്തി എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാണ്ട് നമ്മൾ ചീത്ത സംഗതികൾ ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ളൊരു ശ്രമം മാത്രം ഉണ്ടായാൽ പോരാ. അപ്പൊ ബേസിക്കലി ആ പറയുന്ന തെറ്റേത് ശരിയാണ് എന്നുള്ളത് വിചാരം മാത്രം ഉണ്ടായാൽ പോരാ. അത് മാത്രമല്ല, എന്നിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള നമ്മളുടെ മനഃശക്തിയും അത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ആത്മതൃപ്തി അനുഭവവും, അത് രണ്ടും ഉണ്ട്. ആ ആത്മതൃപ്തിയുടെ അനുഭവം നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോൾ അത് ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ആ അനുഭവം വന്നു കഴിയുമ്പോഴാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വാർത്ഥത കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്വാർത്ഥത കെട്ടിയിട്ടിട്ട് കാര്യമില്ല, സ്വാർത്ഥത ജ്ഞാനത്തിനെ കൊണ്ട് കൈയടക്കണം. അങ്ങനെ വരുമ്പോൾ then it is called as sublimation. അപ്പോൾ what stands in the way is explained now. എന്താണ് പക്ഷേ ഇതൊക്കെ മനസ്സിലായി. അപ്പൊ ഇതിന്റെ വഴിയിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്? അത് തടസ്സം നിൽക്കുന്നതിന്റെ കാര്യങ്ങളാണ് അടുത്തത് പറയുന്ന 3 ശ്ലോകത്തിൽ ആക്ച്വലി. The dangerous sense cravings will forcibly unsettle your mind even when you are wisely striving to control them to achieve liberation from limitations. ഈ സെൻസ് ക്രേവിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളെ വേണ്ടാന്ന് വിചാരിച്ചാലും നമ്മളെ ചില സമയത്ത് കൈയടക്കും. അപ്പോൾ കൺട്രോളിങ് ദ സെൻസസ്, you should firmly be rooted in the joys of the self. When your sense cravings become thus reined in, your intellect becomes steady. ആ ഇന്റലക്ട് സ്റ്റഡി ആയിട്ട് ഇതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഈ ആത്മതൃപ്തി കൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്താൽ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും എല്ലാം എനിക്കുണ്ടാവുന്ന ഗുണങ്ങൾ ഞാൻ വിചാരിച്ചതിലും വലുതായിരിക്കും കർമ്മയോഗത്തിൽ പറഞ്ഞു. ലാർജർ ഗെയിൻസ് അത് നമുക്ക് കിട്ടും എന്നുള്ള അടിയുറച്ച വിശ്വാസം അത് വരുമ്പോഴാണ് ഇന്റലക്ട് ബിക്കംസ് സ്റ്റഡി. യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഇതൊക്കെ ശരിയാണ്, പക്ഷേ എന്നുള്ള വാക്കേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇഫ് ബട്ട് എന്നൊക്കെ പറയും നമ്മുടെ ആ ഒരു പക്ഷേ എന്നുള്ള വാക്ക് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് യു ആർ നോട്ട് റൂട്ടഡ് ഇൻ ദാറ്റ് നോളജ് എന്നുള്ളതാണ്. എനിക്ക് സാധിക്കില്ല, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നാൽ പോയി. അപ്പൊ നമ്മൾ വി ആർ നോട്ട് റൂട്ടഡ് ഇൻ ദാറ്റ് ജോയ് ഓഫ് സെൽഫ്. ആത്മതൃപ്തിയിലല്ല, സംശയങ്ങൾ ഹോപ്പ് ആൻഡ് ഡെസ്പയറിൽ വന്നു എന്നർത്ഥം. അത് മാറ്റണം. ആ ഇന്റലക്ച്വൽ പോയിസിനെ പറ്റിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. യു ഡെവലപ്പ് അറ്റാച്ച്മെന്റ് ടു സെൻസ് ഒബ്ജക്ട്സ് ബൈ brooding on it. Brooding about sense objects causes attachment to them. എപ്പോഴും നമ്മളങ്ങനെ ചീത്ത സംഗതി, നെഗറ്റീവ് സംഗതിയെ പറ്റി ഞാൻ ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽ വീഴും. അപ്പൊ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ എന്റർടൈൻ ചെയ്യാനേ പാടില്ല. അത് ആദ്യം തന്നെ പൂട്ടിക്കളാണ്. അത് മനസ്സിൻ്റെ ഉള്ളിൽ കയറി അതിനെപ്പറ്റി ബ്രൂഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് അറ്റാച്ച്മെന്റ്. മനസ്സ് അതിനോട് അറ്റാച്ച്ഡ് ആവും. അത് അറ്റാച്ച്ഡ് ആവുമ്പോൾ എന്താ പറ്റുക? ആ മനസ്സിന്റെ സുഖം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യുക? അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ നോസ് ഡൈവിങ്, സെൽഫിഷ് ഡിസയർസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ കിട്ടാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന നമ്മളുടെ മനസ്സിന്റെ ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷണ്ണതയൊക്കെ അതിൽ പെടും. എന്താ പറയാ, ദാറ്റ് ഡെസ്പോണ്ടൻസി ആൻഡ് ആങ്കർ രണ്ടും. ആൻഡ് വിച്ച് കോസസ് ഡെലൂഷൻ. അപ്പൊ എന്താ, എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ ബേസിക്കലി. അപ്പൊ അവിടെ നമ്മുടെ ന്യൂറോ സയൻസ് പറയുന്നത് ഈ കോർട്ടിസോളിന്റെ അതിപ്രസരമാണ് അവിടെ വരിക. നമ്മുടെ ബ്രെയിനിൽ കോർട്ടിസോൾ starts controlling and therefore it starts suppressing the testosterone and the oxytocin levels and takes അപ്പൊ എന്താ പറ്റിയ മെമ്മറിയിലേക്കുള്ള ഫയറിംഗ് ഒക്കെ കുറയും. ലിംബിക് സിസ്റ്റം എന്താ പറയാ, ലിംബിക് സിസ്റ്റം goes to the second എന്താ പറയാ ബാക്ക് ബേണർ. അപ്പൊ ലിംബിക് സിസ്റ്റം ക്ലിയർ ആയിട്ട് ഫയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ ഡീപ്പർ മെമ്മറി സിസ്റ്റത്തിലേക്കുള്ള ഫയറിംഗ് പോകും. ഡീപ്പർ മെമ്മറി സിസ്റ്റത്തിലുള്ള ഫയറിംഗ് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരില്ല എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊരു അസ്ഥിരത വരും. അപ്പൊ പ്രവർത്തനത്തിൽ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എസ് ഡെലൂഷൻ. അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തെറ്റുകളൊക്കെ അതാണ് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വരുന്നു. ആങ്കർ കോസസ് ഡെലൂഷൻ, അല്ലെങ്കിൽ ഡെസ്പോണ്ടൻസി കോസസ് ഡെലൂഷൻ. ആൻഡ് ഡെലൂഷൻ മേക്സ് us forget past knowledge. നമ്മൾ പഠിച്ച കാര്യങ്ങളും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് പക്ഷേ എന്നുള്ള വാക്കൊക്കെ അവിടെ വരുന്നത്. അങ്ങനെയാണ്. ആൻഡ് വെൻ പാസ്റ്റ് നോളജ് ഈസ് ഫോർഗോട്ടൺ, ഇന്റലക്ട് ഈസ് ഡിസ്ട്രോയിഡ്. അതിനെയാണ് ഇന്റലക്ട് അവിടെ നശിക്കപ്പെട്ടു. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ്. അപ്പോൾ അതാണ് നാശം എന്ന് പറയുന്നത്. ആൻഡ് മാൻ പെരിഷസ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫോൾ ഫ്രം ഗ്രേസ്. ഫോൾ ഫ്രം ഗ്രേസ് ഓഫ് വാട്ട്? ഫോൾ ഫ്രം ദ ഗ്രേസ് ഓഫ് ദ സെൽഫ്. ആൻഡ് വി ഗോ ഡൗൺ ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ഡെസ്പയർ.
This fall is called as a ladder of fall, and it is described in 62 and 63. You develop attachment to sense objects by thinking about sense objects. Desire for sense objects come from attachment to sense objects, and anger comes from unfulfilled desires. Delusion or wild ideas arise from that anger, and that mind is then bewildered or deluded. Reasoning is destroyed because memory is completely blocked out, and knowledge is therefore blocked. You deviate from the right path when reasoning is destroyed, and you perish. Adana 62, 63. This is called as the famous slogas of the ladder of fall, described by the bhakti aspect of Bhagavad-Gita. 62 and 63. 62 and 63. Dhyayado vishayan pumsa sangas theshu upajayate sangat sanjayade kama kamat krodho abhijayate krodat bhavati sammoha, delusion, sammohat, from delusion, smriti vibhrama, the forgetfulness or memory destruction, smriti bhramshad, from the loss of memory, buddhinashaha, intellect destruction, buddhinashat, but the destruction of intellect happens, and you perish, and you will go down the drain. This is what happens to people who do not actually have that intellectual conviction, and therefore the knowledge-based approach of Manishinam. So what is basically happening is control of the senses with no likes and dislikes, brings in tranquility of mind and peacefulness. If you control your senses without going after extremes of pleasures and lust, etc., and no likes and dislikes, the intellect is controlled, and there is no, it is poised, intellectually poised, you are convinced about this knowledge, then in the mind you have peace and tranquility, which will free you from grief and which will make your intellect steady. Angane intellect steady avumbol, you will reach the joys of the self, a little state of flow or joys of the self, which will give you tranquility and peace. It completes that. So this is basically what happens. So 26, 25 and 26, 64, 65 and 66 slogas. Peace and tranquility are attained if you are in control of your senses and engage in the affairs of the world without likes and dislikes. When peace is thus attained, you are free from grief, and supported by a peaceful mind, steadiness of intellect is achieved easily. Without a steady intellect, you can never enjoy the joys of the self or the peace that come out of it and state of flow. Without flow, it is not possible for attaining peace, and without peace, how can you be happy? That is what Krishna asks. So this is that process. Intellectual and mental, intellectual and mental conditions are the mind and the intellect conditions. Steady intellect, equipoise of the mind, equanimity of the mind, and equipoise of the intellect. Other ഇല്ലാത്ത വരുമ്പോഴാണ് എപ്പോഴാണ് ഈ സെൻസസിന്റെ പുറകെ നമ്മൾ പോകുമ്പോൾ ഏത് സെൻസാണ് നമ്മളെ ആ സമയത്ത് അട്രാക്ട് ചെയ്യുന്നത്? 5 സെൻസസ് ഉണ്ട്, അതിൽ ഏതും ആവാം, ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ ആവാം. ദാറ്റ് ടേക്സ് ഫുൾ കൺട്രോൾ ഓഫ് ദി ഇന്റലക്ട്, ആൻഡ് വെൻ ഇറ്റ് takes full control of the intellect, what happens is the peace and tranquility is immediately destroyed. That is basically what happens. Appo adana adutha adinte negative effects parayunnathu. Just like the winds take control of the ship on the ocean, the senses that the mind follows, edu sense ava, from among the senses which are constantly connecting with the objects of the outside world, കണ്ണാവാം, കണ്ണിലൂടെ ആവാം, മൂക്കിലൂടെ ആവാം, ചെവിയിലൂടെ ആവാം, അങ്ങനെ ഏത് സെൻസസ്, സ്കിന്നിലൂടെ ആവാം, നാവിലൂടെ ആവാം, അതിന്റെ പുറകെ പോകുമ്പോൾ ടേക്സ് ഫുൾ കൺട്രോൾ ഓഫ് ദ ഇന്റലക്ട്. എന്നിട്ട് ഇന്റലക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ സെൻസസ് ബിക്കമിങ് ദ മാസ്റ്റർ, ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്സ് ഓൾ പീസ്
Hence, understand that intellect becomes steady only when you are free from selfish sensory cravings. അതിന്റെ പുറകെ പോരുത് എന്ന് പറഞ്ഞാൽ അതൊന്നും അനുഭവിക്കേണ്ടെന്നല്ല അർത്ഥം. അനുഭവിക്കാം. Moderation is what is advocated by the Gita, that we will see later. The state which is right, which is night for everyone, generally the selfish minded ആയിട്ടുള്ള ആൾക്കാർ, ഒരു poetic, again another poetic logic. The state which is night for everyone is a state of wakefulness to the man of studied intellect. And that which is waking state for the selfish minded is night for those who revel in the joys of the self. Okay, what does it mean? അത് ഒരു poetic ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് we'll see that. നമ്മൾ when we are after the BMI, body, mind and intellect, people of unsteady intellect who go after the body's pleasures, minds, whims and the fancies of the intellect. So pleasures, whims and fancies of the mind, the body, mind and intellect. What is happening is we are completely getting ignorant of the self. Self-നെ പറ്റി നമ്മൾ കംപ്ലീറ്റ് മറക്കുകയല്ലേ ചെയ്യുന്നത്. So the light is stuffed out from us and we are in the dark, because darkness of the joys of the self. കാരണം നമ്മളെ മനസ്സും ബുദ്ധിയും ശരീരത്തിന്റെ സന്തോഷങ്ങളാണ് എൻ്റെ സന്തോഷങ്ങൾ എന്ന് വിചാരിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു സന്തോഷം ഉണ്ടെന്നുള്ളത് എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ജോയ്സ് ഓഫ് ദ സെൽഫ്. അത് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ജോയ്സ് ഓഫ് ദ സെൽഫ് ഇരുട്ടിലാണ്. സിറ്റുവേറ്റഡ് ഇൻ BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന പ്രകാശം എന്താണ്? പ്ലഷേഴ്സിന്റെ പ്രകാശങ്ങളാണ് നമ്മൾ പ്രകാശം എന്ന് പറഞ്ഞ് നടക്കുന്നത്, അല്ലെ? നേരെ മറിച്ച് മറ്റവരോ, സെൽഫ് പവേർഡ് ആയിട്ടുള്ള ആൾക്കാരോ, ആത്മ സന്തോഷത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ person of steady intellect, that is the person of steady intellect. What happens is he is situated in the lights of light, prakasham, joys of the self, and free from BMI, darkness of pleasures. അതിന്റെ ആ പ്ലഷേഴ്സിന്റെ ഡാർക്ക്നെസ്സിലാണ് ഞാൻ സെൽഫ് ആത്മതൃപ്തിയുടെ ആത്മതുഷ്ടിയുടെ പ്രകാശത്തില്, അല്ലെങ്കിൽ സെൻസസിന്റെ പ്ലഷേഴ്സിന്റെ ഡാർക്ക്നെസ്സിലാണ് ഞാൻ. ഈ സെൻസസിന്റെ പ്ലഷേഴ്സിന്റെ ഡാർക്ക്നെസ്സിലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള സന്തോഷം അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവരെപ്പോഴും മറ്റവരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്താ, അവിടെയാണ് വെളിച്ചം കാണുന്നത്, ആത്മതൃപ്തിയിലല്ല വെളിച്ചം കാണുന്നത്. അതാണ് അവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് the state that is night for everyone is a state of wakefulness of the man of studied intellect. A state of night എന്താണ്? It is the ignorance of the self. അവിടെ അല്ല, അവിടെ സെൽഫിന്റെ ഇരുട്ടല്ല, അവിടെ സെൽഫിന്റെ വെളിച്ചം അനുഭവിക്കുന്നവരാണ് ഈ പറയുന്ന സ്റ്റഡി ഇന്റലക്റ്റോട് കൂടിയവരെന്നാണ് പറഞ്ഞത്. അതിന്റെ നേരെ മറിച്ച് വൈസ് വേഴ്സ, ദാറ്റ് ഈസ് 269. ഹോപ്പ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അവിടെ ഒരു എന്താ പറയാ, ഒരു വേദവ്യാസനെ പോലെയുള്ള ഒരു എഴുതുമ്പോൾ ആ കവിയുടെ എന്താ പറയാ പ്രസരിപ്പ്, അത് ഏത് കവി എന്ത് എഴുതുമ്പോഴും ഉണ്ടാവും, അല്ലെ? അങ്ങനെ എഴുതിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിനെ പറ്റി അത് കൂടുതൽ അതിനു മുമ്പുള്ള പറഞ്ഞ സംഗതികളെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു എന്താ പറയാ ഭംഗിയോട് കൂടിയിട്ടൊരു സംഗതി അവതരിപ്പിച്ചിരിക്കുന്നതാണ് അവിടെ ഈ സ്റ്റേറ്റ്മെന്റിൽ. അത് മാത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുവരെയുള്ള ശ്ലോകങ്ങളെ മനസ്സിലാക്കിയിട്ട് അവിടെ എത്തുമ്പോൾ അത് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാവാം. The joys of the self that light up the person of perfection is never understood by the average people. The pleasures that light up the average people will never excite the perfect. അതാണ് അതിന്റെ സം ടോട്ടൽ. അപ്പോ ഈ സന്തോഷം അനുഭവിക്കുന്ന ഒരാള് എന്ത് വെളിച്ചത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. They will never be able to appreciate that. അതുകൊണ്ടാണ് അവർ പക്ഷേ ഇതൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ കാണിക്കുന്നത്. ആൻഡ് ദ പ്ലഷേഴ്സ് ദാറ്റ് ലൈറ്റ് അപ്പ് ദ മറ്റുള്ളവരെ, ഈ ഇതിന്റെ പ്ലഷേഴ്സിന്റെ പുറകെ പോകുന്നത് ഈ ആത്മതുഷ്ടിയിലുള്ള ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം വലിയൊരു ഓഷ്യനിൽ നിന്ന് വെള്ളം കുടിച്ചിരിക്കുന്ന ആൾ എന്തിനാണ് ഈ കിണറ്റിന്റെ വെള്ളം കുടിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്ത മാത്രമേ അയാളുടെ മനസ്സിൽ തോന്നുള്ളൂ. ഈ കിണറ്റിലത്തെ വെള്ളം കുടിക്കുന്ന ആള് മറ്റേ വെള്ളം കണ്ടിട്ടില്ല, അത് കാരണം കിണറ്റിലത്തെ വെള്ളം വലുതാണ് എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നു, കൂപമണ്ടൂകം ആയിട്ട് ജീവിക്കുന്നു.
ആ വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ you can summarize inspiration and bhakti as this statement. That the joys of the self that light up the person of perfection is never understood by the average person, and the pleasures that light up the average will never excite the perfect. This is something that നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടത്. നമുക്ക് ആത്മസംതൃപ്തിയിലേക്ക് ഉയർന്നു വരിക, അല്ലാണ്ട് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും നമ്മളുടെ ഈ പ്രപഞ്ചവും ഈ പറയുന്ന ജീവിതത്തിൽ ഉണ്ടാവുന്ന മറ്റ് സങ്കടങ്ങളും സന്താപങ്ങളും ഒക്കെ സന്തോഷങ്ങളും ഒക്കെ അതിന്റെ മുകളിൽ ഇങ്ങനെ വീണ് കിടക്കാണ്ട് അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഞാൻ, എന്തെല്ലാം സംഭവിക്കുന്നു അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചം ഒരിക്കലും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതനുഭവിക്കൂ അർജുന എന്നാണ് കൃഷ്ണൻ അവിടെ അർജുനൻ പറഞ്ഞു കൊടുത്തത്. സോ അപ്പോ ഇതാ മറ്റേ ഈ പറയുന്ന ഇരുട്ടിലുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഇരുട്ട്, ഇനിയിപ്പോ 2 ശ്ലോകത്തിലാ ഇരുട്ട്, 2-3 ശ്ലോകത്തിലാ ഇരുട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു തരികയാണ്. 70, 71, 72. സെൽഫ് ഒരു ടോർച്ച് പോലെ ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആ ടോർച്ച് അടിച്ചു പുറത്തേക്ക്, എവിടെ കൂടി? മനസ്സ് ബുദ്ധി ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്ന വെളിച്ചം, നമ്മളുടെ വെളിച്ചം അകത്തുനിന്ന് പ്രകാശിച്ച് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സെൽഫ് ഗെറ്റ്സ് ഔട്ട് ഓഫ് us through our body, mind and intellect. Mind actually through the intellect. ആക്ച്വലി എന്താ സംഭവിക്കണേ? നമ്മുടെ പഞ്ചകോശങ്ങളെ പറ്റിയൊക്കെ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ അറിയാം. ശക്തി, സെൽഫിന്റെ ശക്തി ആ വാസനകളിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് BMIയുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വന്ന്, and then it gets connected to the objects of the outside world, objects, emotions and thoughts in the outside world, making us the perceiver, feeler and the thinker. Okay, നമ്മുടെ ചിന്മയാനന്ദ സ്വാമിജിയുടെ BMI ചാർട്ട്. ഓക്കെ, ആ വാസനകളിലൂടെ പുറത്തേക്ക് വന്ന് BMIയിലൂടെ അത് പുറത്തേക്ക് കാണുകയാണ് ചെയ്യുന്നത് നമുക്ക്. അപ്പോൾ അവിടെ ഫസ്റ്റ് എന്താ സംഭവിക്കുക? വാസനകള്, ഇന്റലക്റ്റിന്റെ ഉള്ളിൽ ഈഗോ വന്നുള്ള ഒരു ഫിൽറ്റർ അവിടെ വെച്ചു, ഒരു ചുവന്ന ഫിൽറ്റർ ഇങ്ങനെ വെച്ചേക്കുള്ളൂ. ഈഗോ അതിന്റെ ഉള്ളിലേക്കിട്ടാണ് ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ഈഗോ കാണാലോ അല്ലേ പടം? ഈഗോ അതിന്റെ ഉള്ളിലേക്കിടെ വന്ന് ആദ്യ ഇന്റലക്ട് ഈഗോ അങ്ങോട്ട് പ്രസരിപ്പിക്കും. അവിടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞ വേവ് ഉണ്ടാവും. അപ്പൊ എന്നിട്ട് മനസ്സിലേക്ക് ആ വേവിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇമോഷണൽ ആവും നമ്മൾ. ഇവിടെ ഇന്റലക്റ്റില് ഈ പറയുന്ന ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിന്റെ ഉള്ളിൽ കിടന്ന് വരുന്ന സ്റ്റേറ്റിനെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് മനസ്സ് ടർബുലൻസ് ആക്കി മാറും. ഇമോഷൻസിന്റെ ടർബുലൻസ് ആക്കി മാറിയിട്ട് സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, സൈറ്റ്, സ്മെൽ, ശബ്ദസ്പർശ രൂപഗന്ധങ്ങളിലൂടെ അതിന്റെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വന്ന് പ്രവർത്തിച്ച് കർമ്മേന്ദ്രിയങ്ങളിലേക്ക് എത്തി നമ്മളുടെ പുറത്തുനിന്നുള്ള പ്രവർത്തനങ്ങള്, സെൽഫിഷ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. അതിന് പകരം സെൽഫ് ആ ഈഗോ സബ്ലിമേറ്റ് ചെയ്തു. അവിടെ കംപ്ലീറ്റ് കട്ടിയുള്ള ഈഗോനെ മാറ്റി സബ്ലിമേറ്റഡ് ഈഗോ ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ സെൽഫാണെന്ന്. അപ്പൊ എന്റെ ഈഗോ കുറഞ്ഞു. എന്നാലും ചെറിയൊരു ഈഗോ ഉണ്ടാവും. ആ ചെറിയ ഈഗോ ആണ് നമ്മളെ ജീവിപ്പിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കില്ല, ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കും, ആൻഡ് വി വിൽ ഡൈ. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഈഗോ വേണം. ആ ഈഗോ അതാണ് അവിടെ ലൈറ്റ് ആയിട്ടൊരു ഈഗോ കാണിച്ചത്. അതിന്റെ ഉള്ളിലേക്കിടെ ലൈറ്റ് കടന്നു വരുമ്പോൾ ആ സെൽഫിന്റെ പ്രകാശം കാരണം ഇന്റലക്റ്റിന് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇല്ലാണ്ടാവും. എന്റെ സെൻസ് ഓഫ് ഡ്യൂട്ടി ഒക്കെ വരും. ആൻഡ് ഇറ്റ് ബി ഇക്വിപ്പോയിസ്ഡ്. എനിക്ക് തോൽവി സംഭവിച്ചാലും സാരമില്ല. ഐ നോ ഐ എം പവർഫുൾ. ഐ ഹവ് ജസ്റ്റ് ഫെയിൽഡ് ഇൻ ദിസ് സിറ്റുവേഷൻ, ദാറ്റ്സ് ഓൾ. ബട്ട് ഓർ ഐ ഹാവ് undergoing this only, it is the experience of my body, nothing else എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ശക്തി എനിക്ക് കുറഞ്ഞിട്ടില്ല. അപ്പൊ മനസ്സ് will become equanimous, mind becomes equanimous, the waves have lost, and sound, taste, touch, smell, ശബ്ദസ്പർശ രൂപഗന്ധങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഇങ്ങനെ വേർതിരിഞ്ഞു പോയി, and you become unselfish in your പ്രവർത്തനം. ഇതാണ്, this is basically what is required, and this is what happens. അപ്പോ അതിനെ ഒരു അനാലജി ഉപയോഗിച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് ഐ വിൽ കം ടു ദാറ്റ്. ബട്ട് ബിഫോർ ദാറ്റ്, ഓക്കെ, ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പടമാണ്. ഇനിയിപ്പോൾ അതിന് ഞാനിങ്ങനെ ഇറ്റ് ഈസ് ഓൺലി സൂപ്പർ ഇമ്പോസ്ഡ് ഓവർ ദ ഫണ്ടമെന്റൽ ഡെഫിനിഷൻ ഓഫ് സെൽഫിഷ് ആൻഡ് അൺസെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ഇനി റെസ്റ്റ് ഓഫ് ദ തിങ് ബിക്കംസ് മോർ ഈസി. ബിഫോർ ഐ പ്രൊജക്ട് ദ ടഫ് സംഗതി. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ പറയണത് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇപ്പം അവിടെ ഈ ഈഗോ, മൈൻഡ്, ഇന്റലക്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? മനസ്സ് ബുദ്ധിയിലാണ് പ്രവർത്തനം മുഴുവൻ, അല്ലെ? അങ്ങനെ നോക്കാം. മനസ്സ് ബുദ്ധി
സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണില്ല. വൈ? ബിക്കോസ് ഓഫ് ദ ഈഗോ ബാരിയറിൽ വന്ന് ഹിറ്റ് ചെയ്യും. അതോടുകൂടി ഞാൻ മറന്നു, സെൽഫാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പൊ ഈഗോ ഈസ് മേക്കിംഗ് മീ ഫീൽ ദാറ്റ് ഐ ആം ദ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. ഐ ഫോർഗെറ്റ് ദ സെൽഫ്. ദാറ്റ് ഈസ് ദ ഡെലൂഷൻ. And my mind becomes emotional. Hope and despair comes in, and I can be very hopeful one day. The next moment I can be hopeless. All those things come in, and self is forgotten. So I become centered in my BMI. Sense objects plus ego, agitated mind, unsteady intellect, self-centered in all my actions. That is my state. But when the ego is sublimated, what happens is this mind and intellect is able to see the self. Mind and intellect is now able to see the self. And when this mind and intellect sees the self, there is steadiness, equipoise and equanimity. Equipoise and equanimity. Emotions are filtered and the intellect is steadied, and the body, mind and intellect functions in the outside world without any likes and dislikes, completely powered by the out. ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഔട്ട്വേർഡ് പ്രൊജക്ഷൻസ് ആയിട്ട് കാണിച്ചേക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിക്കം ഗ്ലോബൽ ബിക്കോസ് എവറിഥിങ് ഇസ് മീ എന്നുള്ള ബോധത്തിലേക്ക് വന്നു. സെൽഫ്, ഞാൻ എൻ്റെ ഐ എം നോട്ട് കൺഫൈൻഡ് ടു മൈ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആൻഡ് therefore not focused on satisfying myself. No, I become global, and that is when you become a visionary. മുനീഷിനാം എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങനെയുള്ളവരാണ് പെർഫെക്റ്റ് ആവുക. ദാറ്റ് ഈസ്, അതാണ് ഇവിടെ ഈ കഴിഞ്ഞ ഇതിൽ ഒക്കെ പറഞ്ഞതിന്റെ ഒരു സമ്മറി ആയിട്ടാണ് ഇവിടെ പറഞ്ഞത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഓൺലി വെൻ ഓൾ ദ തോട്ട്സ്, നമ്മള് കുറേ പുഴകള് പല ഹിമാലയത്തിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ പല മൗണ്ടൻ റേഞ്ചസിൽ നിന്നും കുറെ റിവേഴ്സ്, they come down and they become dirty. അല്ലെ, വരുന്ന വഴിയിലത്തെ എല്ലാ ചപ്പ് ചവറുകളും അതും എല്ലാം അതിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്യും. എന്നിട്ട് അതൊക്കെ ഇറ്റ് ഈസ് ചപ്പ് ചവർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇംപ്യൂർ. The pure waters from the mountain tops that emerge as pure and come out and then run through all the terrains, collecting all the dirt from there, they finally go and merge into the ocean. And when it merges into the ocean, they do not contaminate the ocean because of the vastness and depth of the ocean. അങ്ങ് ഓഷ്യന്റെ ഉള്ളിലേക്ക് എത്ര റിവേഴ്സ് വന്ന് വീണ് കഴിഞ്ഞാലും ആ ഓഷ്യനെ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു മട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്റ്റേറ്റ്, അതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇക്വിപോയിസ് ആൻഡ് ഇക്വാനിമിറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറമേ നിന്നും എൻ്റെ ഒബ്ജക്ട്സ് ഓഫ് ദ സെൻസസിൽ നിന്നും എൻ്റെ സെൻസ് വഴി ഞാൻ കളക്ട് ചെയ്യുന്ന പല അനുഭവങ്ങള്, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ദുഃഖങ്ങള്, ശരീരത്തിന്റെ ദുഃഖങ്ങള്, മനസ്സിന്റെ ദുഃഖങ്ങള്, ഇന്റലക്റ്റിന്റെ പ്രശ്നങ്ങള്, ഇതൊക്കെ പുറമേയുള്ള ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന റിയാക്ഷൻസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൂട്ടുന്നതാണ്. ഇതൊക്കെ അത് കളക്ട് ചെയ്ത് കൂട്ടി നമ്മൾ കലുഷിതമാക്കാണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം സെൻസസ് വഴി വരുമ്പോൾ അത് ഏത് പ്രകാരമാണോ പുഴകളിൽ, നദികള് സമുദ്രത്തിൽ വന്ന് ചേരുമ്പോൾ ആ സമുദ്രത്തിന് മാറ്റം ഇല്ലാണ്ടിരിക്കുന്നത്, അതുമാതിരി മനസ്സിന് യാതൊരു വിധത്തിലുള്ള മനസ്സിനും ബുദ്ധിക്കും ഇല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി is described here as 71-72, last two slokas. You will attain, അതിനെയാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ഫ്ലോ, ആൻഡ് then you are in perfection. ഇപ്പൊ നമ്മൾ പറയാറില്ലേ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ഇപ്പൊ സച്ചിൻ തെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ വളരെ എക്സലന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ ബാറ്റ് ഇങ്ങനെ കളിക്കുമ്പോൾ, ക്രിക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ പറയണമെന്ന് മാത്രം, they get so much involved in the game, they raise the level of their game to that level that nothing matters who is the bowler, at what speed is he bowling, what is the condition of the pitch, who is standing very close to me behind the wicket, and what is the crowd doing, and who is the umpire, and where are the fielders. Nothing matters. All those things come in. He looks at everything, but nothing matters to him. He is in that steady state, the flow, perfection state. അങ്ങനെ വരുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്ത് പ്രവർത്തനങ്ങളിലും ഇത് സാധിക്കും. You will attain peace if you abandon selfish desires, cravings, possessiveness and egoism. കണ്ണ് ഈ റിസൾട്ടിൽ കണ്ണ് നട്ടാണ്ട് പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് ഞാൻ എൻ്റെ ഉള്ളിൽ സകല ശക്തികളും, പ്രപഞ്ച ശക്തികളും മുഴുവൻ എൻ്റെ ഉള്ളിൽ ആത്മീയ ശക്തിയായിട്ട് പ്രസരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ആത്മീയ സുഖത്തോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്റ്റേറ്റിനെയാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആത്മതുഷ്ടിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരം,
That is the state of flow. This is the state of the infinite self. അതാണ് ബ്രഹ്മം എന്ന് പറയുന്ന ആ ബ്രഹ്മം നമ്മളുടെ ഉള്ളിലൂടെ വന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ this is the state of the infinite self. And if you reach this state of the infinite self, you will not be deluded anymore. All your actions will be rooted in the self. The self is actually expressing to your BMI in all its glory. That is the state of perfection. Abandoning selfish desires, abandoning all sense cravings, abandoning all possessiveness, abandoning my ego, you will attain peace. And this peace is the state of bliss of the infinite self. This is, in this condition, you will not be deluded anymore. And all your actions will be motivated by the joys of the inner self. And the self will shine through you. So, that is രണ്ടാമത്തെ അധ്യായം. It is all about, knowledge of the self, the importance of selfless work, and the refinement of the mind devotion, and finally the state of flow of achievers, the man of perfection. So that, with that, നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിലെത്തി. ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് ആകത്തുകയാണ്. ഒന്നെന്താണ്? ജ്ഞാനയോഗം. എന്താണ് ആത്മാവ്? അത് നമുക്ക് ആദ്യം പറഞ്ഞു തന്നു. പിന്നീട് ഈ ആത്മശക്തി നമ്മുടെ മനസ്സ് ബുദ്ധി ശരീരത്തിലേക്ക് വന്ന് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം? സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കണം. ജോയ്സ് ഓഫ് ദ സെൽഫിൽ റൂട്ട് ചെയ്ത് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന റിഫൈൻമെന്റ് എന്തൊക്കെയാണ്? അതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ദാറ്റ് ഇസ് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഡിവോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ഭക്തി. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന പെർഫെക്ഷൻ, the state of perfection, that is called as the state of flow of achievement of star performers. Therefore, iti Bhagavad-Gitasu Upanishadsu Brahma Vidyayam Yoga Shastre Sri Krishna Arjuna Samvade Sankhya Yogo Nama Dvitiyodhyaya. Okay, that's it. Now we can discuss here. Charge here. രാജേഷ് കേൾക്കുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞോ? കേക്കാം അല്ലേ? കേക്കാം. അല്ല, ഞാൻ പറയാൻ വന്നത്, നമ്മളിപ്പോ ഒരു ഭയങ്കര ടർബുലൻസിൽ കൂടെ കൊണ്ടുവന്ന ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലോട്ട് എത്തിച്ചു എന്ന് പറയുകയാണ്. എത്തിയോ? അതൊന്ന് ഒരു ലാൻഡ് ചെയ്ത ഫീലിംഗ് ഉണ്ടായി ഇപ്പൊ. ആക്ച്വലി ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഫുൾ ഐഡിയ കിട്ടി എന്നുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മൾ ആരോ പറയാറില്ലേ, ഏതോ ആൽബർട്ട് ഐൻസ്റ്റീനാ പറഞ്ഞെന്ന് തോന്നുന്നു. ആരാ എന്തോ, ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ. പക്ഷെ അതിന്റെ റിഫ്ലക്ട് ചെയ്ത് ഇതിലേക്ക് വരികയാണെങ്കിൽ the rest are details. This is Bhagavad-Gita. The rest are details. The rest are details. This is Bhagavad-Gita and rest are details. അതായത് മൂന്നാമത്തെ അധ്യായം മുതലുള്ളത്. എനിക്കൊരു ഡിഫറെന്റ് ഫീലിംഗ് ആ വന്നേ. ഫ്ലോ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോ അപ്പൊ ആ വർക്കില് അങ്ങനെ വിത്തൗട്ട് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സില് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വി ആർ റീച്ചിങ് എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് അല്ലേ? ആക്ച്വലി ദാറ്റ് ഇസ് മെഡിറ്റേഷൻ ഇൻ വർക്ക്. മെഡിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വി വിൽ ബി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഇൻ വാട്ട് വി ആർ ഡൂയിങ് വിത്തൗട്ട് വറിയിങ് അബൌട്ട് വൈ ഐ എം ഡൂയിങ് ദിസ്, വൈ ഷുഡ് ഐ ഡു ദിസ്, can I do this എന്നൊക്കെയുള്ള ചിന്തയില്ലേ? വൈ ഷുഡ് ഐ ഡു, can I do, വൈ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി നിർത്തി ഞാൻ because this is my duty, I do it and I do it to the best of my abilities depending on the process without worrying about what the result is going to be എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. That is what is called as the state of meditative state of work, flow, state of flow. എനിക്കൊരു ഡിഫറെന്റ് ഫീലിംഗ് ആ സർ വന്നേ. കേക്കാണ്ടോ? കേക്കാം മീര, പറഞ്ഞോളൂ. മെഡിറ്റേറ്റീവ് ആവണേന് പകരം ഭയങ്കരമായിട്ട്
എന്താ ചെയ്യാ എന്നുള്ള ഒരു ഫീലിംഗ്. ഹൗ കെൻ വി ആക്ട്? It is so difficult, and how do we act? It brought about quite a lot of anxious feeling. അതിനെയാണ് ഇന്റലക്ച്വൽ പോയിസ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അറിയാം, ടോട്ടലി അറിയാം സർ. 5 years ആയി സർ, still in the same start line. നമ്മളെ ചില ചെറിയ സംഗതികളിൽ നമ്മൾ ഇത് ചെയ്ത് പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരണം. അതായത് നമ്മളിപ്പോ ഒരു സ്നോബോള് മൗണ്ടൻ ടോപ്പിൽ നിന്ന് തുടങ്ങുന്നത് ചെറിയൊരു ബോളായിട്ടായിരിക്കും. അത് താഴേക്ക് ഉരുണ്ട് വരുമ്പോൾ അത് വലുതായി വരുന്നു. സ്നോബോളിംഗ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതുമാതിരി ആ ചെറിയ സുഖങ്ങള്, സന്തോഷം, അതിൽ നിന്ന് നമ്മൾ കൺവിൻസ്ഡ് ആവണം. അതായത് യെസ്, ദിസ് വിൽ വർക്ക് എന്ന് പറഞ്ഞ് വരുമ്പോൾ then it ultimately starts reflecting in all our thoughts and actions, and therefore we will exist in that. അപ്പൊ ആ ആൻസൈറ്റീസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കും, ഡെസിപ്പേറ്റ് ചെയ്തു പോകും. അത് നമ്മൾ അത്ര ഫോം ആയിട്ട് അതിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പൊ അതിന് ഒറ്റ വഴിയുള്ളൂ, ചെറിയ സംഗതികളിൽ ആദ്യം അത് അനുഭവിക്കുക, അനുഭവിച്ച് വലുതാക്കി എടുക്കുക. പക്ഷെ എന്താ അറിയോ പറ്റണേ, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലെ ആ അനുഭവം വരുന്നുള്ളൂ. അതാണ് പ്രശ്നം വരുന്നത്. അതെ, നമ്മള് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് കൊണ്ടുവരികയാണ്. അപ്പൊ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് കൊണ്ടുവന്നിട്ട് അനുഭവിക്കുന്നത് ശരിക്കും ആത്മദൃഷ്ടി അല്ല. കാരണം ലൈക്സ് എന്ന് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു, അതിന്റെ മനസ്സിന്റെ ബുദ്ധിയുടെയും ചോയ്സ് ആണ്. ആ മനസ്സിന്റെ ബുദ്ധിയുടെ ചോയ്സിനെ ഞാൻ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. സോ ഐ എം നോട്ട് റിയലി ഗിവിംഗ് ഇറ്റ് അപ് ടു ദ സെൽഫ്. അതാണ് പറ്റുന്നത്. അപ്പൊ ആ സന്തോഷം, ഇറ്റ് ഈസ് ഓൺലി ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് യുവർ ഇന്റലക്ട് ആൻഡ് ദ മൈൻഡ്. So you have to get rid of that, and appo aa likes and dislikes kalana nartham. That will be through a process of suppression initially, is it not? Initially you could suppress, and then you have to start, when you start enjoying the results of the joys of the self, you should actually start releasing your suppressed feelings through knowledge. അപ്പൊ അതായത് അവിടെ അപ്പോഴും ഇത് അനുഭവിച്ച സുഖമാണ്, അതൊക്കെ സഹിച്ചു, പക്ഷെ എന്നാലും അത് ചെയ്തിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു എന്നുള്ള ചിന്ത അപ്പോഴും മനസ്സിനുള്ളിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സബ്ലിമേറ്റഡ്. അത് വിട്ട് കംപ്ലീറ്റ് നോളജ് അതിനെ സബ്ലിമേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരണം. ആദ്യം സപ്രഷൻ വേണ്ടി വരും, യെസ്, ഡെഫിനറ്റ്ലി. അപ്പൊ അത് വിട്ട് കളഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. Sublimation. ഇതില് അത് നമ്മുടെ ആക്ച്വലി അപ്പൊ ഇത് ഈ നമ്മുടെ ന്യൂറോ സയൻസ് പറയുന്ന സംഗതിയാണത്. നമ്മൾ ഇതിപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കാണിച്ചേക്കണത്. ദാറ്റ് ഈസ് ഐ വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് സ്മോക്കിംഗ് സിഗരറ്റ്. അവിടെ മുകളിലത്തെ ഒരു പാത്ത്, കറുത്ത പാത്തുണ്ട്, ദ ബ്ലാക്ക് പാത്ത്, ദ കൗരവ പാത്ത്, വിച്ച് ഈസ് അബൌട്ട് ഫയറിംഗ് യുവർ ന്യൂറോൺസ് സച്ച് ദാറ്റ് യു ആക്ട് ഇൻ ദ വേൾഡ്, ഔട്ട്സൈഡ് വേൾഡ്, ബൈ സ്മോക്കിംഗ്. At the same time, there is also another connection that could lead you up to the bottom, where you forcefully say no to smoking. അപ്പൊ എന്താ പറ്റിയ വെച്ചാൽ ഇനീഷ്യലി ആ പവർ വരുമ്പോൾ അത് കണ്ടില്ല, ഇങ്ങനെ ഫയർ ചെയ്ത് ഇങ്ങനെ ടക എന്ന് പറഞ്ഞ് പോവുകയാണ് അവിടെ. അത് വഴി നോക്കി മറ്റേതിലേക്ക് പോവാൻ പറ്റിയില്ല, ഇതിനെ പോയി. അങ്ങനെ പോകുമ്പോൾ എന്താ പറ്റുക, ദാറ്റ് ബിക്കം സ്ട്രോങ് and then you can never get out of it. The same അത് thickness ഉണ്ടായി and you become addicted to it. അതേ പവർ ഉപയോഗിച്ച്, സെയിം പവർ, ദാറ്റ് പവർ, ആരോ അവിടെ പവർ, അതാണ് സെൽഫ് എന്ന് വിചാരിക്കുക. നമ്മളൊരു എക്സാമ്പിൾ, അനാലജി, ആ സെൽഫ് പവർ, ദാറ്റ് പവർ ഈസ് ആക്ച്വലി നോട്ട് പാർഷ്യൽ ടു ദി ബോത്ത് ദ പാർട്സ്. ഞാൻ ഈ വഴി മാത്രമേ പോകുള്ളൂ എന്ന് ആ പവർ പറയുന്നില്ല. ആ പവർ ക്യാൻ ബി കൺട്രോൾഡ് ത്രൂ യുവർ മൈൻഡ് ആൻഡ് ഇന്റലക്ട്. നോളജ് ക്യാൻ കം ഇൻ. അപ്പൊ സിഗരറ്റ് വലിക്കുന്നതിന്റെ മോശങ്ങള്, മറ്റത് മറിച്ചതൊക്കെ കൊണ്ടുവന്ന് അതിനെ, ആ ആരോയിനെ നമുക്ക് താഴത്തെ ആ ഡോട്ടഡ് ലൈനിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും. ആ താഴത്തെ ഡോട്ടഡ് ലൈനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂറോൺസ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ മൈ ആക്ഷൻ ഈസ് ദാറ്റ് ഐ വിൽ ത്രോ അവേ മൈ സിഗരറ്റ്. അത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് മോർ സ്ട്രോങ്, ആൻഡ് ദെൻ ദ അതർ ബ്ലാക്ക് വൺ വിൽ ബിക്കം ഡോട്ടഡ്, ആൻഡ് യു കനോട്ട് ഡു ദാറ്റ്. അങ്ങനത്തെ കണ്ടീഷനിലേക്ക് എത്തിക്കാൻ പറ്റും.
ഈ arrow ആണ്, that spark is what self is. And the self can take either route depending on your mind and intellect. How do you control your mind and intellect to go that which path? That is it. This is neuroplasticity. You can change this anytime through your mind and intellect. You don't have to medication. Yes, some people, okay, if you go to a psychologist or psychiatrist or somebody to prevent all this, they will give you medicine. Because why? Because they need to have a profession and they need to make money. So they will give you. But actually you have the strength inside, mind and intellect. Power it, use that. That power can be used to go the other route. The brain, cerebrum is the logical decision making, that part of the Cerebellum, brain. yeah. Cerebellum. Yeah. Then Prefrontal cortical areas. Prefrontal cortex is the area that actually helps you to make the decisions, the judgments. And the reflex action is, the message is sent by the spinal cord. So how does that logic, suppose if you are touching a reflex action എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്. സബ്കോൺഷ്യസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന റിഫ്ലക്സ് ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സബ്കോൺഷ്യസ് മൈൻഡിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആരെങ്കിലും നമ്മളിങ്ങനെ സംസാരിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൈയെടുത്തിട്ട് ഇങ്ങനെ കണ്ണിലേക്ക് അടുത്ത് വരെ കൊണ്ടിരിക്കുക ചെയ്താൽ നമ്മളിങ്ങനെ വരുന്ന ഒരു ഇതൊക്കെ ഇല്ല. അതൊക്കെ അതിൽ പെട്ടെന്ന് തീയിൽ തൊടാകുമ്പോൾ അറിയാണ്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് ചൂട് കാണുമ്പോൾ അതൊക്കെ റിഫ്ലക്സ് ആയിട്ടുള്ള, അവിടെ മൈൻഡ് ഡസൻ പ്ലേ എ റോൾ ബിക്കോസ് ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഹാർഡ് വയേർഡ്. അങ്ങനെ വരികയാണ്. ഇതൊക്കെ ഇത് ആക്ച്വലി പല സ്പീഷീസ് ലെവലിലൊക്കെ ഇത് ത്രൂ evolution, lot of these connections have been already built in. അങ്ങനെ വരുന്ന ചില സംഗതികളുണ്ട്. കൊച്ചു കുട്ടികൾ വരെ എന്താ പറയുക, അവർക്ക് തന്നെ ഇത് പെട്ടെന്ന് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെറിയ കുട്ടികൾ ആദ്യം തീയിൽ തൊട്ടുന്ന് വരും, പിന്നെ രണ്ടാമത്തെ തവണ മുതൽ ഈ പറയുന്ന തീ കാണുമ്പോൾ ഇതൊക്കെ തന്നെ വരും. കാരണം അത് ഓട്ടോമാറ്റിക്കലി വയർഡാണ്. ഒന്ന് ഫയർ ചെയ്താൽ മതി. അങ്ങനെയുള്ള സബ് കോൺഷ്യസ് സംഗതികളാണ് ഈ പറയുന്ന കണ്ടീഷൻ. മറ്റേതൊക്കെ അങ്ങനെയല്ല. മറ്റേതൊക്കെ നമ്മളുടെ ഈ മനസ്സ്, ബുദ്ധിയെ നമ്മളെ ഇടയിൽ കൊണ്ടുവരണം, അതായത് സട്ടിൽ ഇന്റലക്റ്റിനെ കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന സെൻസറി ഇൻപുട്ടുകൾ വന്നിട്ട് അത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ പോകും. ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അഗെയിൻ ഓൺ ദ കോർട്ടിക്കൽ ന്യൂറോകോർട്ടക്സിൽ വരുന്ന പ്രോസസ്സിംഗ് ആണ്. അതായത് ബ്രെയിൻ, കണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റെറ്റിനയിൽ വീണിട്ട് ആ റെറ്റിനയുടെ ഉള്ളിൽ നിന്ന് പിഗ്മെന്റ് അവിടെ റോഡ്സ് ആൻഡ് കോൺസ് എന്നൊക്കെ പറഞ്ഞ കുറെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ കൂടി ലൈറ്റ് പാസ് ചെയ്ത് അത് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂറൽ ഇമ്പൾസസ് ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൈറ്റ് ഫ്രീക്വൻസീസ്, കളർ ഫ്രീക്വൻസീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. എന്നിട്ട് അത് നേരെ ബ്രെയിനിലേക്ക് പോകുന്നത് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലേക്കാണ് പോകുന്നത്, പുറമേയുള്ള ലേയേഴ്സിൽ. അവിടെ വന്നിട്ട് ദേ ഗെറ്റ് പ്രോസസ്ഡ് ഇൻ ഡിഫറെന്റ് ലെയേഴ്സ്. അത് ഡിഫറെന്റ് ലേയേഴ്സ്. ഇപ്പോഴാണ് അതൊക്കെ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. അത് V1, V2, V3, V4, IT1, IT2 എന്ന് പറഞ്ഞാൽ 6 ലെയർ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. ഈ 6 ലെയേഴ്സിൽ കൂടെ ഇത് മുകളിലേക്ക് കടന്ന് കുറേ ലെവൽസ് ഓഫ് ആബ്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഈ സിഗ്നൽസിനെ പ്രോസസ് ചെയ്ത് അതിനെ ആക്ച്വലി ഫീച്ചർ integration, object integration, spatial and temporal integration, semantic integration, meanings കൊണ്ടുവരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ബേസ്ഡ് ആണ് അതൊക്കെ. അത് കൊണ്ടുവന്ന് പിന്നെ താഴേക്ക് തിരിച്ച് ഈ ലെയേഴ്സിൽ കൂടെ തന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ കണ്ണിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുള്ള ഫോക്കസ് ആയിട്ട് അറ്റൻഷൻ ആയിട്ടൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അത് അതിന്റെ സയൻസ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഹൗ actually these inputs go into the center, perception centers, jnanendriyas. From the indriyas it goes to the panchendriyas, it goes to the jnanendriyas, and from the jnanendriyas processing takes place, and then it is given to the motor control centers, and the motor control centers then അത് ആ മോട്ടോർ കൺട്രോൾ സെന്റേഴ്സിന്റെ ഇടയിൽ വേറെ സംഗതി നടക്കുന്നുണ്ട്. ഇറ്റ് ആക്ച്വലി പാസസ് ത്രൂ ദ ലിംബിക് സിസ്റ്റം, ഹിപ്പോകാമ്പസ്, അങ്ങനത്തെ സാധനങ്ങളിൽ കൂടെ. ആൻഡ് ആ ഹിപ്പോകാമ്പസിൽ കൂടെ കിടന്ന് അത് ഡീപ്പർ മെമ്മറി ലെയേഴ്സിലേക്ക് പോയിട്ട് അവിടുന്ന് കുറെ ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യും ഫ്രം എക്സ്പീരിയൻസസ്, ഹാബിറ്റ്സ് ആൻഡ് അതർ തിങ്സ് ആൻഡ് നോളജ് എക്സെട്ര. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ടാണ് മോട്ടോർ കൺട്രോളിലേക്ക് വേണ്ട സിഗ്നൽസ് കൊടുക്കുന്നത്. എന്നിട്ട് മോട്ടോർ കൺട്രോൾ ടേക്സ് ഓവർ. അങ്ങനെയാണ് അതാണ് നോർമൽ പ്രോസസ്സിംഗ്. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ബിക്കം ഇൻവോളണ്ടറി. ആ ഇൻവോളണ്ടറി ആയിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങളെ കുറേ ആക്കിയെടുക്കാൻ പറ്റും. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചീത്ത സ്വഭാവങ്ങൾ നമുക്ക് വേണമെങ്കിൽ
കംപ്ലീറ്റ്ലി നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. ചീത്ത എന്ത് പറഞ്ഞാലും തെറ്റേ ചിന്തിക്കുള്ളൂ. അത് അങ്ങനത്തെ ഇൻവോളണ്ടറി കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും. അതേമാതിരി എന്ത് ചെയ്താലും നല്ലത് ചിന്തിക്കുന്ന മനസ്സാക്കിയെടുക്കാനും സാധിക്കും. രണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇത് കൂടാണ്ട് ഈ രണ്ട് ചീത്തയും നല്ലതും എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസിനെ പറ്റി കർമ്മയോഗത്തിൽ പറഞ്ഞു. ഈ ഡെക്സ്റ്ററിറ്റി ഓഫ് സ്കിൽസ് ഈ പ്രാക്ടീസ് വഴി ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ചില എക്സാമ്പിൾസ് ഇപ്പം ലേറ്റസ്റ്റ് മേ ബി 3 to 4 years ബാക്ക് ഉള്ളിൽ നടന്ന റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ച സംഗതി. അതിന്റെ ഒരു ചെറിയൊരു ഇത് പറയാൻ നമുക്കത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രൂവ്ഡ്. അതായത് ഇപ്പൊ നമുക്ക് അതിന് അഗെയിൻ ടു ഗിവ് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ, ഇപ്പൊ ടെന്നീസ് കളിക്കുന്ന ആള് അല്ലെങ്കിൽ ടെന്നീസിന്റെ കേസ് തന്നെ എടുക്കാം. ടെന്നീസ് കളിക്കുന്ന ഒരാള് എക്സ്പേർട്ട് ലെവലിൽ ഇന്റർനാഷണൽ പ്ലെയർ with lots of practice, and they keep on training and ultimately their brain is such developed that ഈ പറയുന്ന കണ്ടീഷൻ അല്ലാണ്ട് വേറൊരു കണ്ടീഷനും കൂടി അവരുടെ തലയിൽ വരും. അത് നമ്മളുടെ മറ്റുള്ള പ്രൊഫഷൻസിലും നമുക്കൊക്കെ പല കാര്യങ്ങളിലും അത് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ എളുപ്പമായത് കാരണം സ്പോർട്സ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടെന്നീസ് പ്ലെയർ ഒരു എക്സ്ട്രാ മേ ബി സംബഡി ലൈക്ക് ലേറ്റസ്റ്റ് ആൻഡ്രേ ഗാസി ഓർ ബിയോൺ ബോർഗ് മെക്കൻറോ അങ്ങനത്തെ പാർട്ടീസ് ഒക്കെ എടുക്കുക, വലിയ ബെസ്റ്റ് പ്ലെയേഴ്സ്. അവര് ഒപ്പോണന്റ് മറ്റേ ഇത് ചെയ്യാൻ വരുമ്പോ ഒപ്പോണന്റ് ചില സെർവ് ചെയ്യാൻ പോകുന്നു വിചാരിക്കുക, പർട്ടിക്കുലർ അല്ലെങ്കിൽ ഇൻ എ റാലിയിങ് മോഷൻ ചില ഷോട്ടുകൾ വരുമ്പോൾ ദേ ഹാവ് ഇനഫ് ടൈം ടു പ്രിപ്പയർ ദംസെൽവ്സ് ടു ബി ദ റൈറ്റ് പൊസിഷൻ, the hand in the right position, etc., angle, and swing in such a way that it contacts with the ball at the right time and right force, and a perfect shot comes back, a return shot comes. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ you have got only very few seconds. അതേപോലെ ക്രിക്കറ്റിൽ ഫോർ എക്സാമ്പിൾ, ക്രിക്കറ്റിലെ ബൗളർ who is bowling at about 145 to 150 kilometers per hour like ബൗൾ ചെയ്യുമ്പോൾ and in a 22-yard fence, how much time do you get for that ball to be released from the bowler's hand to the time that it strikes, reaches the batsman? Milliseconds. ഈ milliseconds-ന്റെ ഉള്ളില് ബൗളർ വന്ന് ബോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണല്ലോ ബോൾ നമ്മൾ എവിടേക്ക് വരാമോ എന്ന് പറയാൻ പറ്റുക. വന്നു കഴിഞ്ഞാൽ നമുക്ക് യു ഡോണ്ട് ഗെറ്റ് ടൈം ടു റിയാക്ട്. അത് സാധാരണക്കാർക്ക് ഒന്നും പറ്റില്ല. അപ്പൊ എക്സ്പേർട്ട് പ്ലേയേഴ്സിന് നമ്മൾ പറയും, കമന്റേഴ്സ് പറയും, he has all the time in the world despite the bowler bowling at 150 kilometers per hour എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എത്ര സമയം കിട്ടിയ മാലി വളരെ ലീഷർലി കളിക്കുന്ന പോലെ തോന്നും. അങ്ങനത്തെ അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോള് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒപ്പോണന്റെ ബോള് ബാറ്റ് കൊണ്ട് അടിക്കുന്നതിന് മുമ്പ് ടെന്നീസിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മോട്ടോർ കൺട്രോൾ ആക്ഷൻസ് ഇൻ ആന്റിസിപ്പേഷൻ they will start vibrating. Already it's starting to work, and that means motor control നമ്മുടെ മസിൽസ് ഒക്കെ ഇല്ലേ ഡിഫറെന്റ്, അതൊക്കെ പാരലൽ ആയിട്ട് നടക്കുന്നവരാണ്. സോ മെനി തിങ്സ് ആണ്. ആ കണ്ണിൽ നിന്ന് വരുന്ന സിഗ്നൽസ് പ്രോസസ് ചെയ്യുന്നത് ബോളറെ ബോൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അടിക്കുന്നതിന് മുമ്പ് തന്നെ ആ അടി അയാളുടെ സ്വിംഗിൽ നിന്നൊക്കെ തന്നെ ഏകദേശം ഒരു രൂപം കിട്ടും. വരണ വരവില് എവിടെയാണ് ബോൾ വരാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാരലൽ ആയിട്ട് കുറെ മസിൽസിനെ ഓട്ടോമാറ്റിക്കലി റെഡിയാക്കും ഈ മോട്ടോർ കൺട്രോൾ ആക്ഷൻസ്. ആൻഡ് therefore അപ്പൊ എന്തെങ്കിലും വേരിയേഷൻ വന്നാലും കുഴപ്പമില്ല, അതിന് വേണ്ട മസിൽസ് ഓൾറെഡി റെഡിയാണ്, ആക്റ്റീവാണ്, ആൻഡ് ദേ സ്റ്റാർട്ട് ഫയറിങ് ആൻഡ് യു ആർ ഇൻ ദ റൈറ്റ് ടൈം. കറക്റ്റ്. നേരെ മറിച്ച് നോവൈസ് അല്ലെങ്കിൽ ലെസ് പ്രാക്ടീസ്ഡ് പ്ലെയർ ആണെങ്കിലോ ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ അയാൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ, ആ മസിൽസ് ആക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഹി ഗെറ്റ്സ് ലെസ് ടൈം ആൻഡ് therefore he is rushed in his action and therefore his shots are not perfect and he fails. ഇത് ഇങ്ങനത്തെ ഒരു ഇൻവോളണ്ടറി സബ് കോൺഷ്യസ് ലെവലിലുള്ള പ്രവർത്തനങ്ങളെ ബ്രെയിനിന്റെ ഉള്ളിലെ ഈ എനർജി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യാനായിട്ട് ഒറ്റ വഴിയുള്ളൂ, എന്താ? ആക്ഷൻ. Practice. Nothing else but practice. If you don't practice, you will not get it. But you can be talented, but you will not be the greatest. If you want to be the greatest, your talent has to be converted into greatness. Stardom, perfection, manishinam, muni. Maatranam. Through practice, dexterity of skills. And how do you do that? Through equanimity of mind and intellectual poise. Karanam, the mind has to be fully focused. You will not see nothing else but the ball. And how do you do that? Practice. And your intellect is poised. That means it doesn't. ഈ ബൗളറെ അയാളുടെ അടുത്ത് ദേഷ്യം വരില്ല,
ഈ കഴിഞ്ഞവണ എൻ്റെ വിക്കറ്റ് എടുത്തതാണ്, അത് കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ടു ദ ബൗളർ. That is not there. My mind is equanimous. I am not worried of what happened in the past. I have no regrets of the past, and I have no anxieties of the future. How this shot will come? No, I am not. I am focused in the present. ഇനിയിപ്പോൾ തേർഡ് ചാപ്റ്ററിൽ ആ സ്ട്രാറ്റജി ഒക്കെ വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഓഫ് ഹൗ ദിസ് ഈസ് അച്ചീവ്ഡ് ഇൻ ആക്ഷൻ കർമ്മയോഗത്തിൽ പറയുന്നു അടുത്ത അധ്യായത്തിൽ. അപ്പൊ അങ്ങനെ ഇത് ഈ പവർ ഓഫ് ദ സെൽഫ് ഇൻസൈഡേഴ്സ് നീഡ്സ് ടു ബി പ്രോപ്പർലി ടാപ്ഡ് ബൈ യുവർ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട്. And how do you do that? That strategy. Those strategies are what is described in Karma, Bhakti and Jnana Yogas. Self എല്ലാവർക്കും ഉണ്ട്. Everybody. Tendulkar has got the self, and the same self is with me also. But I am not a great cricketer because I have not practiced it. Neither did I have the inclination to do that. So I did not. അങ്ങനെ എല്ലാ ഏത് സംഗതി എടുത്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന സംഗതിയിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് യു പ്രിപ്പയർ ഫോർ ഇറ്റ് ത്രൂ കർമ്മ, ഭക്തി ആൻഡ് ജ്ഞാന യോഗാസ്. അതിന്റെ സ്ട്രാറ്റജീസ് ആണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് ഫോർ ദാറ്റ് ഫസ്റ്റ് തിങ് എന്താ, അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞത്, യു ഹാവ് ടു ബിലീവ് ദാറ്റ് ദ ഇൻഫിനിറ്റ് സെൽഫ് ഇസ് ഇൻസൈഡ് മീ. ദ സെയിം പവർ ദാറ്റ് ഈസ് ഫയറിംഗ് യു, ഹിം ആൻഡ് മീ ആൻഡ് ആർ ദ സെയിം. ആ പവർ ആദ്യം അതിൽ അടിയുറച്ച റൂട്ടഡ് ഇൻ ദാറ്റ് നോളജ് ഓഫ് ദ സെൽഫ്. ആൻഡ് ദെൻ the strategies for karma practice, equanimity of mind, dexterity of skills, and powered by the joys of the self. And for that, what should the mind conditions? Mind എങ്ങനെയാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്? ഈ ഇക്വാനിമിറ്റി ഓഫ് മൈൻഡും ഇന്റലക്ച്വൽ പോയിസും ഒക്കെ എങ്ങനെയാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്കിനെ കൺട്രോൾ ചെയ്തിട്ട് അത് എങ്ങനെയാണ് ചാനലൈസ് ചെയ്യുന്നത് എന്ന് ഭക്തി ഇൻസ്പിരേഷനിൽ പറയുന്നു. And thus you reach the state of flow where all these things will come into, and all the distractions around you should be kept at bay. ദുഃഖ സംയോഗ വിയോഗം ധ്യാനത്തിലേക്ക് എത്തുമ്പോൾ 6th ചാപ്റ്ററിൽ പറയും, ആ ദുഃഖ സംയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ you are impervious to all the distractions in the outside world, and your mind is fully focused and is in that process at that moment, enjoying the moment, and you work with perfection. അപ്പൊ അത് ബ്രെയിനിനുള്ളിൽ ഇത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അങ്ങനത്തെ സംഗതികൾ. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ബ്രെയിനിന്റെ ഉള്ളിലെ മാറ്റങ്ങൾ, the medium of expression of the self is changing. Self അല്ല ചേഞ്ച് ചെയ്യുന്നത്, everybody's self is the same, but it is the medium that changes through practice, commitment, determination, dedication, atmatushti, indriya samyama, and anasakti, അങ്ങനെയുള്ള qualities. The more we learn Gita, it is more of a feeling of repentance, actually. We haven't ടീച്ചർ എന്താ പറഞ്ഞത്? It is more of a feeling of repentance. നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് ഫസ്റ്റ് അത് ആദ്യം തന്നെ എടുത്ത് കളയാനാണ് ഗീതയിൽ ആദ്യം പറയുന്നത്. So that also should be taken away. The regrets of the past, throw it out of the window, because nothing can be done about it. So why worry about it? 3rd chapter 30th ശ്ലോക, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. And whatever we have learned in bits and pieces, not in a very sequential manner. Absolutely. So that is the one of the fundamental problems that everyone has, is that we learn in bits and pieces. അത് നമ്മുടെ കുട്ടികളെയും നമ്മളത് ആക്ച്വലി ദാറ്റ് പ്രോസസ് ആണ് കർമ്മയോഗത്തിൽ പറയുന്നത്. ഈവൻ കുട്ടികളൊക്കെ തന്നെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും, ഇപ്പൊ ഇത് ഗീത പഠിക്കുമ്പോഴെന്ന് മാത്രമല്ല, എനിത്തിങ്, when you study something, the bits and pieces approach, when the bits and pieces approach comes, there is a problem. ആ bits and pieces approach മാറ്റണം, എന്നിട്ട് struggle through the processes, for with a goal. അതായത് ഇപ്പോ ഈവൻ തെണ്ടുൽക്കറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, he used to go at 4 o'clock in the morning every day, 3:30 or something. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അതൊക്കെ. ഫ്രം ദാദറിൽ മറ്റോ അതോ ട്രെയിൻ പിടിച്ച്, and he travels about 1 hour and then reaches the ground at 5:30 or something, practices for 2 hours. At 7:30 or 8 o'clock he comes back, reaches home by 9:30 and then goes to school. അങ്ങനെ and that he did from the age of 7, 8, 9, 10, 9 വയസ്സ് മുതൽ till 15, 16, 17 വയസ്സൊക്കെ, and he was years and years he was doing it. So that is required. അപ്പൊ നമ്മളിപ്പോ അതുകൊണ്ടാണ് നമ്മളിപ്പോ നമ്മുടെ വിജ്ഞാൻ വികാസ് ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ഇപ്പൊ സമ്മറി എഴുതിപ്പിക്കുന്ന കാര്യവും ഭാഗവതത്തിന്റെ ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി yes, people write summaries, and when people write summaries, I think we have, as parents, we also have the duty to make sure that there is no error in that. അതിപ്പോ നമ്മള്, since VV class is not an English literature class, we cannot look at it in detail. So a parent should really take an eye on that and see that what the summary they write is flawless.
അത് ഇങ്ങനെ അതിൽ മുഴുവൻ തെറ്റുകളായിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ imperfection is being rooted in the mind. അത് പാടില്ല. So rooted in the mind, imperfections അല്ല വേണ്ട. Rooted in the mind, perfection ആയിരിക്കാം. Rooted in perfection, rooted in self. Self is a reflection. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഓരോ ശരീര സംഗതികളും ഡീറ്റെയിൽസിൽ സൂപ്പർഫിഷ്യൽ ലെവലിൽ കടന്ന് കളിക്കാണ്ട് ഗോ ടു ദ ഡെപ്ത്. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടികളെ കൊണ്ട് പടം വരപ്പിക്കുന്നത്. സോ ആ പടത്തിലെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. വി ഹാവ് ടു ഓപ്പൺ അപ്പ്, ബട്ട് വിത്തൗട്ട് റെപ്രിമാൻഡിങ് ദം. ചീത്ത പറയരുത്. ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പോയി, കാരണം അവർക്ക് അതിനോട് ഇഷ്ടമില്ല ഉണ്ടാവും. അപ്പൊ അവർ ചെയ്തത് നന്നായി, പക്ഷെ ഇത് നോക്കൂ, അത് നോക്കൂ. മറ്റേ അന്ന് കുറച്ച് വലിയ കുട്ടികളൊക്കെ ആയപ്പോൾ അവരെ കൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യിച്ചിട്ട് അത് ആ ഡീറ്റെയിൽസിലേക്ക് കിടക്കാൻ ശ്രമിപ്പിക്കണം. അങ്ങനെ ആ the eye for the details is what is required. If you look at the eye for the details, then you will know that you will start seeing everything in as a jigsaw puzzle which fits it. Appa namukku we'll see the light. Appadana light varunathu ullil ninnu. Adu we have to make it as a practice for our children, in anything that they do. And for that, നമ്മൾ parents we have to show them the way. അല്ലെങ്കിൽ അവരെ തന്നെ അവർ കണ്ടുപിടിക്കാൻ പോകുന്നില്ല അത്. So yes, looking at the details, seeing the details is invariably the first step. ആ ഡീറ്റെയിൽസ് ആണ് ശരിക്കും ഗീതയിൽ കാണുന്നത്. ഗീതയിൽ the strategies for success in the thought powered workplaces എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെൽഫ് അനലിറ്റിക്സ് ചെയ്യുന്നത്, actually I was thrilled at seeing the details there. And much to the chagrin എന്ന് പറയാം, കാരണം we didn't see it during my നമ്മളുടെ younger days ആരും പറഞ്ഞു തന്നില്ല. പക്ഷെ പിന്നീട് I actually through my own research I found that there is so much details which are placed like എന്താ പറയാ the wheels in a gear system, perfectly aligned, and you just have to put it together and it will crank. We can see that. And I saw that in strategies that the Western world developed for knowledge-based success. അതുകൊണ്ടാണ് അവർ thought power. They have become thought leaders. Why India is lagging? Because we did not see the details in Bhagavad-Gita 5,000 years ago and later. Maybe 5,000 years ago we knew that, and then there was a time when Nalanda University and Takshashila and all such places of learning was centered in India, Bharat. And people were flowing in from the western sites, especially Germany and all those areas. Why? Because we had centers of learning and because we were detailed. But somewhere or the other we lost track of it. Reasons are political, social, economic, everything. Details we became less advantaged. Other people became thought leaders, and those people who are thought leaders will always reign the world, rule the world. I mean, നമ്മൾ പറയുന്ന മാതിരി ഇപ്പൊ ഹിറ്റ്ലർ റൂൾ ചെയ്ത മാതിരി ഒന്നും അങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത്. In thought leadership. And I think we need to get back into thought leadership only through looking at details. And that details, looking at details culture is very much in the system of Bhagavad-Gita, Upanishads. Upanishad's essence ആണ് Bhagavad-Gita. അതിലെല്ലാം ഉണ്ട്. കർമ്മം, ഭക്തി, ജ്ഞാനം, how to do it, why you should do it, how to do it. It is there. Only അത് തരുമ്പോ obviously Bhagavad-Gita cannot be written with all the details of specifically working in a specific field. No, then Bhagavad-Gita will become useless for the rest of the world. But therefore they abstracted it to that level where it can be used anywhere. അപ്പൊ പറയും രാത്രി ആയിരുന്നവർക്ക് വെളിച്ചമായിരുന്നവർക്ക് രാത്രി ആയിരിക്കും എന്നൊക്കെ പറയും. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ it is only because we are not looking at the details and thinking on it. We have to think. That is the abstraction magic in the Bhagavad-Gita. That is why 700 slokas are enough for any community in the world, in any profession, to excel. Anywhere in the world, any economic condition, any whether it is blacks, whites, or browns, or yellows, it doesn't matter. It is all there because it is so abstracted, beautifully knit together. And നമ്മൾ അത് ഒറിജിനേറ്റ് ചെയ്ത നമ്മളുടെ ഈ ഭാരത കൾച്ചറിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന സങ്കടം അല്ലേ? അത് ഡെഫിനറ്റ്ലി ഐ ഫെൽറ്റ് ദാറ്റ്. എന്റെ കുട്ടിക്കാലം മുതലേ ഞാൻ 5 വയസ്സ് മുതൽ ഭഗവത്ഗീത കേൾക്കാൻ തുടങ്ങിയതാണ് ത്രൂ വേരിയസ് സോഴ്സസ്. നമ്മളെ കുട്ടിയെ കൊണ്ടുവരുന്നു. അപ്പൊ മുതൽ കണ്ട് ഐ ഹാവ് നെവർ സീൻ എനിബഡി ഗോയിങ് ടു ദ ഡെപ്ത് ഓഫ് ഇറ്റ് in that fashion, in the fashion in which it should be, so that it can be used to transform human beings, the way we work in this world and take thought leadership.
and thought leadership with a value system, not just, material thought power, but value system. Our value system details about Gita. We have, and that details is what we should actually look at and give it to our youth, children and youth, and then they will transform themselves. എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. You can transform yourself. You can transform yourself. Lord, I mean, in fact, I have seen this happen in my life also. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ സൂപ്പർഫിഷ്യൽ നോളജ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ ഇതിൽ നിന്ന്, പല ആൾക്കാരിൽ നിന്ന്. I am not complaining about that. Maybe those helped for me to think and then translate that into an action plan, map it into the real world, physical world. I mean, നമ്മൾ സന്യാസം, ബ്രഹ്മചര്യം, സന്യാസം, ഗ്രാഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ പറയുന്ന സ്റ്റേജുകളൊക്കെ ശരിക്കും ഉപനിഷത്തുകൾ അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. There are lots of details of these four എന്താ പറയാ മറ്റേ പ്രസ്ഥാനങ്ങൾ, ഓരോ സ്റ്റേജ്, ലൈഫ് സ്റ്റേജസിന്റെ. ഹു ഈസ് ബ്രഹ്മചര്യം, ഗ്രാഹസ്ഥ്യം, വാനപ്രസ്ഥം and sannyasa. Details. Look at the details and you will see in any profession you can use that. Brahmacharyam, grahasthyam, vanaprastham, sannyasam. Anything. Every day you can use that in anything. All the four stages. Every day you can become a brahmachari, you can become a grihastha, you can become a vanaprasthi, and you can also become a sannyasi. And because there are certain situations where you have to do that. And if you really understand that, you can transform between these layers and reach yourself to perfection. അപ്പൊ അതാണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാം എടുക്കുക. നമ്മളിങ്ങനെ ബ്രഹ്മചര്യം കമണ്ടിലും കുട്ടിക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഗ്രഹസ്ഥ്യം മറ്റതൊക്കെ വിട്ടു, പിന്നെ വാനപ്രസ്ഥം എല്ലാം വിട്ടറിഞ്ഞു പോവാം, സന്യാസം കാട്ടിൽ പോവാം. No, it is not like that. That is not what the Upanishads are talking about. They are talking about Upanishads. വേദങ്ങളുടെ റിച്വൽസിൽ പലതും പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അതെല്ലാം വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നതാണ്. And then it was abstracted into Upanishads, and the Upanishads are the essence of Sanatana Dharma. And that is what is codified in the Bhagavad-Gita. And therefore we should look at it from that fashion without having to go and become a sannyasi. In that sense, we can become a sannyasi in the sense of the world. Sannyasam. Samnyasam. I mean, Sangam Nisikya. എന്തിനോടുള്ള സംഘം നശിക്കേണ്ടത്? ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിനോടുള്ള സംഘം. അതായത് സെൽഫ്, ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആണ് ഞാൻ എന്ന് പറയുന്ന ആ സെൽഫിനെ ബോഡി, മൈൻഡ്, ഇന്റലക്റ്റുമായിട്ട് കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്ന സംഘത്തിനെ നശിക്കലാണ് സന്യാസം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇപ്പൊ കേട്ടത് നമ്മൾ. അങ്ങനെ സന്യാസി ആവണം എന്നാ പറയുന്നത്. അപ്പൊ എന്താ, അത് പ്രവർത്തനത്തിൽ, ചിന്തയിലും ഒക്കെ വരും. Westerner, there's one more plus point is there is a liberty of thoughts and there is freedom of expression and freedom to do things, make them devote towards one particular thing. അത് നമുക്കില്ല എന്ന് പറയുന്ന ആരാ? Nobody has told that. It is there. We also have that. Only thing is we forcefully do not free ourselves from the limitations of our thoughts. That is the problem. ഇനിയിപ്പോ വെസ്റ്റേണേഴ്സിന് ഫ്രീഡം ഉണ്ട്. യെസ്, ഫ്രീഡം ഉണ്ട്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട്, യു ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ആസ് ഓൺലി ഇൻ ദ പോസിറ്റീവ് സെൻസ്. ദേ ഹാവ് ഓൾ ദ സോർട്സ് ഓഫ് licentiousness in the thought. Actually, licentiousness in freedom of thought is what defines the West. And what the Upanishads is talking about is a licensed freedom of thought. Adana vyathyasam. The licensed freedom of thought of the Upanishads as against the licentiousness freedom of the thought of Upanishads. Adana. You can look at what license is and what licentiousness is, and you will see the difference. What we have to do is we have to understand how that freedom of thought can be used in a licensed manner. That is what Gita is teaching us. So obtain the license to have freedom. Adana Bhagavad-Gita പഠിപ്പിക്കുന്നത്. So that you can lead a licensed life. Advaita Vedanta philosophy root തന്നെ അതാണ്. How you can differentiate between license and licentiousness and stick to the path of license, but at the same time with all the freedom. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ കുട്ടികള് കൊച്ചു കാലത്തില് എല്ലാം എന്ത് വേണം, എങ്ങനെ വേണേ ചിന്തിച്ച് എന്ത് വേണേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതാണ് ലൈസൻഷ്യസ്നെസ്. അതിന് പകരം we have to give them some controls and then give them the freedom to think within that confined disciplines.
confined disciplines are a discipline. That's a confinement negative. There is a structure and there is a discipline in this life and in the society, in the families. And within that license, give them the freedom to expand. That's what you licentiousness and licensing difference is definitely an important factor, and that is what Gita is teaching us. Sir, before you start, you always say Advaita. We are basically going by the Advaita. So what exactly is Dvaita? Actually, this is the first. Dvaita is that school of thinking that this universal self is, or Ishvara, is completely a different entity sitting at the top, and then the rest of the jivas, depending on the universal self or all the grace, life, everything. Prayers go up, blessings come down. We are not powerful. We are mere weaklings. And therefore you have to pray to God. In the condition we differentiate between the Jiva and the Ishvara as two different entities, completely different entities. What is happening around is Dvaita, na? Even what actually everybody is practicing. No? Dvaita. That is what 90% of the people would be practicing Dvaita. And I think that is the main problem. I'm not, we have to convert that Dvaita into a power. How? That is, when you go, for example, you go to a temple to pray. And when you go to a temple to pray, you are not actually praying, and you should not be begging. Instead, you should be praying. The difference is between begging and praying. Begging is when you actually approach somebody who is higher for something less, which you don't have. That's begging. Higher source in the Kashi Kashi in the Varjamani, Begia, Nada. Adan, never chair, prayer, Ambeltipona Anganella, prayer Anganella, less of the intelligent. Everything, all the powers I have, and I reach the infinite souls in the representation. And I am going there to see for myself, my own inner capabilities reflected. There is a mirror. That is a mirror. The temple is a mirror where you actually see yourself reflected. And therefore you go there, and when you stand in prayer, you think. You try to equate yourself with that divinity and think within your minds, don't let me ever forget my infinitude. In the prayer. That's prayer. And the infinitude ne yan marakalle ennu parayunnathaanu prayer. Adallande enikku enne rakshappeduthane enikku adu tharane ennu parayunnathu begging. So the difference between begging and prayer, that actually is what is making Dvaita. But I think when you do this other one, it automatically, even if you are practicing Dvaita, you are really rooted in Advaita. The other way. Adana cheyendadu. Because you may not be in a position to cultivate and create that kind of an environment where you can equate with the infinity. You can, every day you can go in and then forget about rest and be in sync with infinitude so that your mind is charged. 90% of the people may not be able to do that, and therefore they go to a temple. So temples temples and temples it is because of Advaita that you have a place to go and see for yourself in the mirror, and then if you take that power to within you, and then make sure that you don't forget about it for the rest of the day at least. Up the Uso Boner Anganaja, Celery Masatipum, Urumasam, Pitches the Kanla Shakti out on the charging, and the Toy Urumasam, I'm infinitely normal. The charges, the corner, you will go again. Chelorka the Uso Mondiverum, Chelorka Ponde, Auxilia. That's all. No. Thank you.